Hi all, welcome back to my channel. ഇപ്പോൾ നമ്മളൊരു ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് തേർഡ് മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. ഓക്കെ, തേർഡ് മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. മൊത്തമല്ല, ഞാനതിലൊരു 15 ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ 15 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 15 ക്വസ്റ്റ്യൻസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് എളുപ്പമുള്ളതാണ്. ഞാൻ പറഞ്ഞത് വെച്ചിട്ട് അതിലൊരു 3-4 ക്വസ്റ്റ്യനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. പക്ഷേ ഞാൻ 15 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട് തേർഡ് മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും. ആ 15 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു എന്ന് പറയാം. കാരണം ഇതാണ് അതിൽ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ്. അത് മൊത്തം ഞാൻ ഡിസ്കസ് ചെയ്ത് തരും. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ സെക്കൻഡ് മോഡൽ എക്സാമിനേഷൻ്റെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതോടെ ഈ വീഡിയോയിലൂടെ തേർഡ് മോഡൽ എക്സാമും നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെയുള്ളത് ഇതിന് ശേഷം ഞാൻ അടുത്ത വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു CBSE ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരുന്നു. അതിൽ കുറച്ച് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസിലൊക്കെ കുറച്ച് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ സെഷൻ ഡിയിലൊക്കെ കുറച്ച് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് തരും. സോ ഈ വീഡിയോയിലൂടെ നമ്മൾ തേർഡ് മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും കുറച്ചധികം ലെങ്ത് ഉണ്ടാവും. കാരണം 15 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ക്വസ്റ്റ്യൻസൊക്കെ കുറച്ച് നേരം എടുക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലോട്ട് പോകുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, നമുക്കിനി മാത്സ് ലേണിംഗ് കുറച്ച് സീരിയസ് ആയിട്ട് പഠിക്കണം. ഈ വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ നോട്ട് എഴുതുക. അല്ലാത്ത കുട്ടികളുടെ പ്ലീസ് ദയവത്തോർത്ത് എനിക്ക് നോട്ട് അയച്ച് തരണ്ട പ്ലീസ്. ഓക്കെ, ഇപ്പം ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സീരിയസ്നെസ് മൊത്തം പിടികിട്ടിട്ടുണ്ടാവും. കാരണം കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് മാത്രം നോട്ട് അയച്ചാൽ മതി എനിക്ക്. പിന്നെ നിങ്ങളോട് ഫോൺ ഉപയോഗിക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക്, അതായത് മാത്സിൻ്റെ ഡിസ്കഷനൊക്കെ നമുക്ക് എപ്പോഴും സ്കൂളിൽ തന്നെ പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോനെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ ഫോൺ എടുത്തേ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫോൺ കൊണ്ട് വെക്കുക. അതായത് ഒരു മെച്യൂറായിട്ട് ഫോൺ യൂസ് ചെയ്യുക എന്ന് നമുക്ക് പറയാൻ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ ഞാൻ എല്ലാ കുട്ടികളോടും പറയാൻ പറ്റാത്തൊരു കാര്യമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്നെ സ്കൂളിൽ നിന്ന് ഒന്ന് കണ്ടിട്ട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന ചാപ്റ്റർ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാർ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു, അതിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതൊന്ന് പറഞ്ഞു തരണം. നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ പോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു തരാം. ഒരു പ്രശ്നമില്ല. ആഫ്റ്റർനൂൺ ഞാൻ എന്തായാലും സ്കൂളിലുണ്ട്. നിങ്ങൾ ലഞ്ചുമായിട്ട് വന്നാൽ മതി. ആഫ്റ്റർനൂൺ നമുക്ക് പറയാനുള്ള സൗകര്യങ്ങളുണ്ട്. അത് ഞാൻ ഓഫർ ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ മടിയുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്തൊന്ന് അടുത്ത് വന്ന് എൻ്റെയോ ഷീബ മിസ്സിൻ്റെ അടുത്ത് 2 പേര് ഫ്രീ ആണ്. എങ്ങനെ ഹെൽപ്പ് ചെയ്യാം? നമുക്ക് മാത്സിൻ്റെ മാർക്ക് നന്നായിട്ട് വരണം. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഒരു സമയത്ത് മാത്സിൻ്റെ മാർക്കായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പല കുട്ടികൾക്കും. പക്ഷേ ഇപ്പോൾ ഒരുപാട് താഴോട്ട് പോയി നമുക്ക് തിരിച്ചു വരണം. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം we are going to discuss the highlight question of Model 3 Maths question paper. Shall we? Okay. ഇപ്പോൾ ഞാൻ പറഞ്ഞു, സാമാന്യം ബുദ്ധിമുട്ടുള്ള അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ബാക്കിയൊക്കെ നിങ്ങൾ എളുപ്പമാണ്, നിങ്ങൾക്ക് ആൻസർ കീ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി പഠിക്കാം. ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാനിതിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള. ഫൈൻഡ് ദ മിഡിൽ ടൈം ഓഫ് AP 213. ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാനിത് ചെയ്ത് തരുന്നത് അവസാനം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും ഡിസ്കസ് ചെയ്ത് തന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റിലൂടെ നിങ്ങളുടെ മാർക്ക് കുറയുമ്പോൾ നിങ്ങൾ അതൊരു എക്സ്ക്യൂസായിട്ട് പറയാതിരിക്കാനാണ്. നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മിഡിൽ ടൈം ഓഫ് AP 213, 205, 197 എക്സെട്ര 37. അതായത് ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. ഇതിൻ്റെ മിഡിൽ ടൈം കണ്ടുപിടിക്കണം. ഓക്കെ, അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. അതിൻ്റെ മിഡിൽ ടൈം കണ്ടുപിടിക്കണം. മിഡിൽ ടൈം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ എത്ര നമ്പർ ഓഫ് ടൈംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ദാറ്റ് മീൻസ് വി നീഡ് ടു കാൽക്കുലേറ്റ് n. ഓർ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ എത്ര ഈ 213, 205, 197 എന്ന് തുടങ്ങി 37 വരെ എത്തുന്ന അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ എത്ര ടേംസ് ഉണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ആദ്യം ആ നമ്പർ ഓഫ് ടൈംസ് കണ്ടുപിടിച്ചതിന് ശേഷമേ മിഡിൽ ടൈം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ടൈംസ്. സോ നമ്പർ ഓഫ് ടൈംസിൻ്റെ ഫോർമുല n. ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്റ്റെപ്സ് ഒന്നും എഴുതേണ്ട കാര്യമില്ല. നമ്പർ ഓഫ് ടൈംസ്, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ എത്ര നമ്പർ ഓഫ് ടൈംസ് ഉണ്ട് എന്നത് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ് n = പേനയാണ് യൂസ് ചെയ്യുന്നത്. ക്ലാരിറ്റി ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ നമ്പർ ഓഫ് ടൈംസ് കാണാനുള്ള ഫോർമുല, ഏതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയിക്കോട്ടെ അതിൻ്റെ നമ്പർ ഓഫ് ടൈംസ് കാണാനുള്ള ഫോർമുലയാണിത്.
number of terms of an arithmetic progression is equal to an minus a divided by d plus 1. Here an stands for the last term, a stands for the first term, d stands for the common difference, and plus 1. And so when we use this formula here, so it becomes n is equal to an. Here the last term in the given arithmetic progression, the last term is very trivial, that is 37 minus a first term, that is it is given to 13 divided by d. What is common difference? What is the difference between 205 and 213? That is what is your common difference, no? So common difference നോക്കുമ്പോൾ നമുക്ക് -8 എന്നാണ് കിട്ടുന്നത്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഡിക്രീസ് ആണെങ്കിൽ ഡിക്രീസിങ് ആണെങ്കിൽ കോമൺ ഡിഫറൻസ് എന്തായാലും നെഗറ്റീവ് ആയിരിക്കും. സോ ദെൻ ബാക്കിയുള്ള +1 കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റിയാണ് കിട്ടുക. സോ ഇറ്റ് വിൽ ഗീവ് യു ദ വാല്യൂ ഓഫ് n. ഓക്കെ, സോ n is equal to 37 minus 213 divided by -8 plus 1. ഇത് നമ്പർ ഓഫ് ടൈംസ് മാത്രം കാണാനാണ്. അത് കണ്ടതിന് ശേഷമേ മിഡിൽ ടൈം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ വെൻ വി സോൾവ് ദിസ്, നിങ്ങൾ ഞാൻ എഴുതുന്നതിൻ്റെ കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നോട്ടിലോട്ട് എഴുതാവുള്ളൂ. വെറുതെ ഇത് നോക്കി എഴുതരുത്, സ്വന്തമായി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം. സോ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇത് നമ്മളൊന്ന് സോൾവ് ചെയ്യും. സോ n is equal to ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, ന്യൂമറേറ്റർ -176 ദെൻ ഡിനോമിനേറ്റർ ഇസ് -8 plus 1. സോ ഇതാണ് കിട്ടുക. ഇതിനെ നമ്മളൊന്ന് ജസ്റ്റ് സോൾവ് ചെയ്യാം. നെഗറ്റീവും ക്യാൻസൽ ആവും. ഓക്കെ, ബാക്കി ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് സോൾവ് ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് 8 വെച്ച് ക്യാൻസൽ ചെയ്യാം. പിന്നെ സോ 22 plus 1 23. സോ ഇതിൽ 23 നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. അതായത് ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട്? 23 ടേംസ് ഉണ്ട് ഇതിൽ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേംസ് ഇൻ ദിസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ 23 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ആലോചിക്കണം എങ്ങനെയാണ് നമ്മുടെ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ മീഡിയൻ. ഓക്കെ, അപ്പോൾ മീഡിയൻ കാണാനുള്ള അതിന് കണ്ടീഷൻ ഞാൻ ജസ്റ്റ് എഴുതിയിരുന്നു. മിഡിൽ ടൈം കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർമാലിറ്റി ഉണ്ട്. സോ നമ്പർ ഓഫ് ടൈംസ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് മിഡിൽ ടൈം കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് നമ്പർ ഓഫ് ടൈം ഈസ് ഓഡ് ദെൻ മിഡിൽ ടൈം അഥവാ മീഡിയൻ, രണ്ടും ഒന്ന് സെയിം. മിഡിൽ ടൈം എന്ന് പറഞ്ഞാൽ മീഡിയൻ തന്നെയാണ്. സോ മിഡിൽ ടൈം ഈസ് ഈക്വൽ ടു ഇഫ് നമ്പർ ഓഫ് ടൈംസ് അഥവാ n ഓഡ് ആണെങ്കിൽ, ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ മിഡിൽ ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ n+1/2th ഒബ്സർവേഷൻ, n+1/2 അല്ല, n+1/2 ആമത്തെ ഒബ്സർവേഷൻ, ഓർ n+1/2th ഒബ്സർവേഷൻ. n+1/2 അല്ല, n+1/2th ഒബ്സർവേഷൻ. ഇനി n ഈവൻ ആണെങ്കിൽ മിഡിൽ ടൈം, ഓക്കെ, n ഈവൻ ആണെങ്കിൽ മിഡിൽ ടൈം ഈസ് ഈക്വൽ ടു n/2th ഒബ്സർവേഷൻ പ്ലസ് n/2 പ്ലസ് 1th ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ 2. ഇതാണ്. ഓക്കെ, അതായത് നമുക്ക് കിട്ടിയ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആദ്യം കണ്ടുപിടിക്കുന്നു. ആ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ മിഡിൽ ടൈം എന്ന് പറയുന്നത് n+1/2th ഒബ്സർവേഷൻ ആണ്. ഇത്രേ ഉള്ളൂ. ഇനി സപ്പോസ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈവൻ ആണെങ്കിൽ മിഡിൽ ടൈം വിൽ ബി വാട്ട്? n/2th ഒബ്സർവേഷനും കൺസിഡർ ചെയ്യുക, പിന്നെ n/2 അല്ല കേട്ടോ, n/2th ഒബ്സർവേഷനും കൺസിഡർ ചെയ്യുക, n/2 പ്ലസ് 1th ഒബ്സർവേഷനും കൺസിഡർ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് /2 ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് മിഡിൽ വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ n എന്താണ്? ഇവിടുത്തെ എന്താണ് നമുക്ക് കിട്ടിയത്? ഇവിടുത്തെ n 23 ആണ്. 23 എന്ന് പറയുന്നത് ഈവൻ ആണോ ഓഡാണോ? ഓഫ് കോഴ്സ് 23 ഒരു ഓഡാണ്. അപ്പോൾ ഏത് കാറ്റഗറിയിലാണ് വരിക? ഇത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓഡ് ആണെങ്കിൽ എന്താ മിഡിൽ ടൈം വരിക? n+1/2th ഒബ്സർവേഷൻ. സോ എന്തെന്ന് എഴുതുക? സിൻസ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈസ് ഓഡ്. സപ്പോസ് ഇതൊരു 24 ആയിരുന്നെങ്കിൽ, വേണ്ട, ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ. സോ സിൻസ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈസ് ഓഡ്, മിഡിൽ ടൈം ഈസ് ഈക്വൽ ടു വാട്ട്? n+1/2th ഒബ്സർവേഷൻ. എന്താ n+1/2th ഒബ്സർവേഷൻ? n+1/2th observation ആണ് വരിക. That implies what is your n? n is, we got the value of n as 23. So 23 plus 1/2th observation. What is 23 plus 1? That is 24. 24/2 12. So 12th observation, 12ാമത്തെ ഒബ്സർവേഷൻ അഥവാ 12ാമത്തെ ടൈമിനെയല്ലേ നമ്മൾ A12 എന്ന് വിളിക്കുന്നത്. 10ാമത്തെ ടൈം A10, 9ാമത്തെ ടൈം A9, n-ാമത്തെ ടൈം an. അപ്പോൾ 12ാമത്തെ ടൈം 23 plus 1/2th. 23 plus 1/2 അല്ല, 23 plus 1/2th ഒബ്സർവേഷൻ, കാരണം n+1/2th ഒബ്സർവേഷനാണ്. സോ 23 plus 1/2th ഒബ്സർവേഷൻ. ഓക്കെ, ദാറ്റ് മീൻസ് 24/2 12th ഒബ്സർവേഷൻ. ദാറ്റ് മീൻസ് A12. 12th ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ 12ാമത്തെ ഒബ്സർവേഷൻ, അതിനാണ് A12 എന്ന് വിളിച്ചത്. സോ A12 കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ ആൻസറായി. L12ൻ്റെ ഫോർമുല എന്താണ്? an-ൻ്റെ ഫോർമുല a+n-1 × d ആണ്. സോ A12ൻ്റെ ഫോർമുല a+11d ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുക. വാട്ട് ഈസ് യുവർ A? 213. ദെൻ 11 × d എന്താണ് നമുക്ക് നേരത്തെ കിട്ടിയത്? -8 ആണ് നേരത്തെ കിട്ടിയത്. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ 11 × -8 is -88. 213 minus 88 will give you answer. 213 minus 88. Okay, answer is what?
125. 125 is the answer. Okay, 125 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ മിഡിൽ ടൈം എന്ന് പറയുന്നത് 125 ആണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റെപ്സ് റെഡ്യൂസ് ചെയ്യാം. സോ ദിസ് ഈസ് ദ വേ ഓഫ് സോൾവിങ് ദിസ് ക്വസ്റ്റ്യൻ. യു മേ അണ്ടർസ്റ്റുഡ് നോ? ഇനി സപ്പോസ് 24 ആണ് AN എന്ന് വിചാരിക്കുക. സപ്പോസ് നിങ്ങൾ തിരുത്തേണ്ട, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്. നമ്പർ ഓഫ് ഒബ്സർവേഷൻ 24 ആണെങ്കിൽ അതിൽ ഈവൻ ആണല്ലോ. ഈവൻ ആണെങ്കിൽ എന്ത് വരും? ഇതാ n/2 ഒബ്സർവേഷനെയും n/2 + 1 ഒബ്സർവേഷനെയും /2. അതാണ് ഈവൻ കേസിൽ. അപ്പം 24 ആയിരുന്നെങ്കിൽ ഇതാണ് മിഡിൽ വാല്യൂ വരിക. അപ്പോൾ ഈ ഫോർമുലയിലിട്ട് കൊടുക്കണം. സോ n/2 ഒബ്സർവേഷൻ്റെ സ്ഥാനത്ത് എന്ത് വരും? n 24 ആണ് കിട്ടിയത്. നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈവൻ ആണെങ്കിൽ ഇതാണ് മിഡിൽ വാല്യൂവിൻ്റെ ഫോർമുല. ഓക്കെ, സോ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? n 24 കൊടുക്കുക. സോ 24/2 വരും. 24/2 എന്ന് വെച്ചാൽ 12. സോ 12th ഒബ്സർവേഷൻ. അതിന് നമ്മൾ A12 എന്ന് വിളിക്കാം. ദെൻ n/2 + 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? 24/2 12 + 1 എന്ന് വെച്ചാൽ 13. സോ A13 ഡിവൈഡഡ് ബൈ 2. സോ 12th ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ A12. പിന്നെ n/2 + 1 എന്ന് പറയുമ്പോൾ 13 ആണ് വരിക. 13th ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ A13/2. സോ A12ഉം A13ഉം കണ്ടുപിടിക്കുക, എന്നിട്ട് /2 ചെയ്യുക. അപ്പോൾ അതാണ് അവിടെ മീഡിയൻ കിട്ടുക, അല്ലെങ്കിൽ മിഡിൽ വാല്യൂ കിട്ടുക. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ക്ലിയർ. ഓക്കെ, പേന കൊണ്ട് എഴുതിയിട്ടുണ്ട്, ക്ലിയർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. സോ 125 ഈസ് ദ ആൻസർ. Moving to the next. In a rhombus of sides 10 cm, one diagonal 12 cm long, find the length of other diagonal, and your answer is given as 16. It is not given in the question. പക്ഷേ ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻസർ നമുക്ക് 16 ആണ് കിട്ടേണ്ടത്. അപ്പം നമുക്ക് ചെയ്തു നോക്കാം അല്ലേ. സോ ഇൻ എ റോംബസ് ഓഫ് സൈഡ് 10 cm, അതായത് റോംബസ് ഉണ്ട്, അത് നമുക്ക് ആദ്യം വരയ്ക്കാം. റോംബസ് ഉണ്ട്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് റോംബസ്? റോംബസ് ഈസ് എ പാരലോഗ്രാം വിത്ത് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. റോംബസ് എന്ന് പറയുന്ന ഒരു പാരലോഗ്രാമാണ്. അതിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള പാരലോഗ്രാമിനെ പറയുന്ന പേരാണ് റോംബസ്. സോ ഇതൊരു റോംബസ് ആണെങ്കിൽ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. വൺ സൈഡ് ഈസ് ഗിവൺ ആസ് 10. സോ ഓൾ സൈഡ് ഷുഡ് ബി 10. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. പിന്നെ റോംബസിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഈ റോംബസിൻ്റെ ഡയഗണൽസ് പരസ്പരം പെർപെൻഡിക്കുലറായി ബൈസെക്റ്റ് ചെയ്യും. അതായത് ഈ ഡയഗണൽസിൻ്റെ ഇടയിലുള്ള ഓരോ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. അതാണ് നെക്സ്റ്റ് സവിശേഷത. പിന്നെ അടുത്ത പ്രത്യേകത, ഈ ഡയഗണൽസ് പരസ്പരം ബൈസെക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ പോർഷനും ഈക്വൽ ആയിരിക്കും. അതായത് ടോട്ടൽ 10 ആണെങ്കിൽ ഇത് 5ഉം ഇത് 5ഉം, ടോട്ടൽ 20 ആണെങ്കിൽ ഇത് 10ഉം ഇത് 10ഉം, അതുപോലെ തന്നെ ഇത് ടോട്ടൽ 30 ആണെങ്കിൽ ഇത് 15ഉം ഇത് 15ഉം. ആ രീതിയിലാണ്. ഇതിൽ ഒരു ഡയഗണലിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, എന്താണ്? 12. സോ ഇഫ് AC = 12 ആയിട്ട് കൺസിഡർ ചെയ്താൽ, ഇതിന് O എന്ന് വിളിക്കുകയാണെങ്കിൽ, ഈ സെൻറ്റർ പോയിൻറ്റ് O ആണെങ്കിൽ, AC 12 ആണെങ്കിൽ AO എന്ത് വരും? 6 വരും. OC എന്ത് വരും? 6 വരും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാരണത്താൽ. ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഡയഗണലിലെ BD എന്ന് പറയുന്ന ഡയഗണലിലെ ലെങ്ത്താണ് അറിയേണ്ടത്. വളരെ എളുപ്പമായിട്ട് ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലും ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ഇതിന് 4 റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. അതിൽ നിങ്ങൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങളുടെ റൈറ്റ് ട്രയാങ്കിളിൽ എങ്കിൽ അതിൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ 10 ആണ് ഹൈപ്പോട്ടനസ്. സോ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ആ രീതിയിൽ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. AB സ്ക്വയർ അഥവാ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു BO സ്ക്വയർ പ്ലസ് OA സ്ക്വയർ. ഇസ് ഇറ്റ് ക്ലിയർ? ബിക്കോസ് ദിസ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ ആൻഡ് വെയർ AB ഈസ് ദ ഹൈപ്പോട്ടനസ്. ക്ലിയർ? ഓക്കെ. സോ അതിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇൻ റൈറ്റ് ട്രയാങ്കിൾ AOB hypotenuse square is equal to base square plus height square. So what is AB square? It is 10 square, that is 100. OB square, that is, it is not given. OB square plus AO square, it is 6 square, that is 36. So what will be your OB square? 100 minus 36. 64. Then what will be your OB? Square root of 64, that is what is 8. So we got the value of OB as 8. So OB ന്റെ വാല്യൂ നമുക്ക് 8 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ OD എന്തിനായിരിക്കും? 8 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ എത്ര ലെങ്ത് ആയി? 8 + 8 16. So the length of the next diagonal should be 2 × 8 is equal to 16. Clear? So moving to the third question, if sin theta plus sin square theta is equal to 1, then find cos square theta plus cos raised to 4 theta. This is your question. Once again, if sin theta plus sin square theta is equal to 1, then
ഫൈൻഡ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ. ഇതൊരു പലർക്കും കൺഫ്യൂഷനായ ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. സോ ഇറ്റ് ഈസ് ഗിവൺ ആസ് ഗിവൺ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഗിവൺ എന്നൊന്നും എഴുതേണ്ട കാര്യമില്ല. എങ്കിലും സൈൻ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ 1 ഇതാണ് ഗിവൺ. വി ആർ സപ്പോസ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ. സോ ഈ ഗിവൺ കാര്യം ഒന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. സൈൻ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ 1 ആണെങ്കിൽ വാട്ട് വിൽ ബി സൈൻ തീറ്റ? Right side 1 is there and take this sin square theta to right side. So 1 minus sin square theta. Clear? Sin theta plus sin square theta 1 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് അതൊന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ സൈൻ തീറ്റ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഈ സൈൻ സ്ക്വയർ തീറ്റ റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ 1 minus sin square theta. That implies, clear? That implies left side sin theta as it is. What is 1 minus sin square theta cos square theta? So ഇങ്ങനൊരു എക്സ്പ്രഷൻ അതിൽ നിന്ന് കിട്ടും. അതായത് sin theta is equal to sin theta as it is 1 minus sin square theta cos square theta ആണ്. By which identity? From which identity? Because we know that sin square theta plus cos square theta is equal to 1. From this identity we know that sin square theta is equal to 1 minus cos square theta. So wherever you see 1 minus cos square theta there you can substitute sin square theta. So sin theta left side അതുപോലെ മെയിൻ ചെയ്തു 1 minus sin square theta എന്ന് കണ്ടുകൊടുത്ത് നമുക്ക് cos square theta എന്ന് എഴുതാം. സോ ഇതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യം. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത് അങ്ങോട്ടും ആലോചിക്കാം. So we need to calculate cos square theta plus cos raised to 4 theta. Clear? Okay. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ cos square theta ഞാൻ അതുപോലെ എഴുതി. ഈ cos raised to 4 theta, ഈ cos raised to 4 theta ആണ് എനിക്ക് വേണ്ടത്. ഈ cos raised to 4 theta എനിക്ക് cos square theta whole square എന്ന് എഴുതാൻ പറ്റുമോ? പറ്റും. കാരണം എന്താ? a raised to 4നെ a square whole square എന്ന് എഴുതാമല്ലോ. a raised to 4നെ a square whole square എന്ന് എഴുതുന്ന പോലെ cos raised to 4 theta ഞാൻ ഒന്നുകൂടെ പറയുന്നു. നമുക്ക് കാണേണ്ടത് cos square theta plus cos raised to 4 theta ആണ്. ഞാനതിന് ആദ്യത്തെ ടൈമിന് cos square theta അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തു. രണ്ടാമത്തെ cos raised to 4 theta cos square theta whole square എന്ന് എഴുതി. അപ്പം നിങ്ങൾ ചോദിക്കുക അതെങ്ങനെ എഴുതാന്ന്. This is the reason. a raised to 4 we can write a square whole square in that way. Okay. So it implies this cos square theta as it is. There exist many ways of solving this question, but this is my method. And this is not only my method, ഒരുപാട് കുട്ടികളും ഈ മെത്തേഡിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. സോ ആ മെത്തേഡ് കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാനത് ചൂസ് ചെയ്യാൻ കാരണം. സോ cos square theta അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തു. ഇവിടെ നമുക്കൊരു cos square theta ഹോൾ സ്ക്വയർ ഉണ്ട്. ഈ cos square thetaയ്ക്ക് പകരം ഈ cos square thetaയ്ക്ക് പകരം cos square theta എന്താണ്? sin theta ആണെന്ന് നേരത്തെ നമുക്ക് അടുത്തുണ്ട്. സോ റീപ്ലേസ് ദിസ് cos square theta ആ sin theta because we know that cos square theta is equal to sin theta. സോ ഈ cos square thetaയ്ക്ക് പകരം sin theta എന്ന് കൊടുക്കുക. ആ നേരത്തെ കിട്ടിയ എക്സ്പ്രഷൻ. സോ cos square theta sin theta കൊടുത്തു കഴിഞ്ഞാൽ cos square theta ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ sin theta ഹോൾ സ്ക്വയർ വരും. ഓക്കെ, ക്ലിയർ? ഓക്കെ, സോ ഇറ്റ് ബിക്കംസ് you just say this cos square theta as it is. What is sin theta square? We can write it as sin square theta also. What is cos square theta plus sin square theta? We know that by the identity sin square theta plus cos square theta is equal to 1. Cos square theta plus sin square theta also is 1. So that means our question is to calculate cos square theta plus cos raised to 4 theta and we got the result as what? 1. It's a standard question and it is very simple. Please practice well. Moving to the next. See, നമ്മൾ ഈ നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ടാണ് പോകുന്നത്. ഇതാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ദ ലെങ്ത് ഓഫ് വെർട്ടിക്കൽ പോൾ. ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ അല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ പലർക്കും ഡിഫിക്കൽറ്റി തോന്നുന്ന അല്ലെങ്കിൽ ഇച്ചിരി കൺഫ്യൂഷൻ തോന്നുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളൂ. ദ ലെങ്ത് ഓഫ് വെർട്ടിക്കൽ പോൾ ആൻഡ് ഇറ്റ്സ് ഷാഡോ ഇൻ ദ റേഷ്യോ 1:√3. Find angle of elevation of sun. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പല ക്വസ്റ്റ്യനും ട്രിഗ്നോമെട്രി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിൽ പലതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ അത് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കുക. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ട്രിഗ്നോമെട്രീൻ്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചേക്കുന്നത് ചില ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ സ്വന്തമായി ഞാൻ മുമ്പ് ചെയ്ത വീഡിയോസിലും നിങ്ങളുടെ നോട്ട്ബുക്കിലൊക്കെ കിടക്കുന്ന ക്വസ്റ്റ്യനാണ്. സ്വന്തമായി ഐഡൻറ്റിഫൈ ചെയ്യുക ഈ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യില്ല. നമുക്ക് കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ നോട്ട്ബുക്കിലും നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസിലൊക്കെ ഉണ്ട്. അത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യില്ല. സോ ദ ലെങ്ത് ഓഫ് എ വെർട്ടിക്കൽ പോൾ, ദാറ്റ് മീൻസ് ഒരു വെർട്ടിക്കൽ പോൾ ഉണ്ട്. വെർട്ടിക്കൽ പോൾ എപ്പോഴും സ്റ്റാൻഡ് ചെയ്യുന്നത് ഗ്രൗണ്ടിലായിരിക്കും. സോ ഗ്രൗണ്ട് ഉണ്ട്. സോ ഗ്രൗണ്ട്, പിന്നെ ഒരു വെർട്ടിക്കൽ പോള്. ഓക്കെ, ആ വെർട്ടിക്കൽ പോളിൻ്റെ ഷാഡോ, ഇതിൻ്റെ ഷാഡോ എന്തായാലും ഇങ്ങോട്ടാണ് വരിക. ഓക്കെ, സോ ഇത് വെർട്ടിക്കൽ പോളാണെന്ന് വിചാരിക്കുക. ഈ കാണുന്നതാണ് അതിൻ്റെ നിഴൽ. ഇത് വെർട്ടിക്കൽ പോളാണ്, അതിൻ്റെ ഷാഡോ ഇവിടെയാണ് വരിക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഷാഡോ എന്ന് വിചാരിക്കുക. സോ ഇതാണ് ഷാഡോ. ഈ വെർട്ടിക്കൽ പോളിൻ്റെ ഷാഡോൻ്റെ റേഷ്യോ എന്താണ്? 1:√3 എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത്
വെർട്ടിക്കൽ പോളിൻ്റെയും ഷാഡോവിൻ്റെയും റേഷ്യോ 1:√3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ പോളിൻ്റെ ഷാഡോവിൻ്റെയും റേഷ്യോ, അതായത് ഇതാണ് വെർട്ടിക്കൽ പോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ, ഇതാണ് ഷാഡോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ. അപ്പോൾ വെർട്ടിക്കൽ പോളിനെ നമുക്ക് 1x ആയിട്ടും ഷാഡോവിനെ നമുക്ക് √3x ആയിട്ടും എടുക്കാം, അതാണ് അതിൻ്റെ അർത്ഥം. സോ വെർട്ടിക്കൽ പോളിന് നിങ്ങൾ 1x എടുത്തോളൂ അഥവാ x എടുത്തോളൂ, ഷാഡോവിനെ നിങ്ങൾ √3x എടുത്തോളൂ. എന്നിട്ട് നിങ്ങളിങ്ങനെ ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ദ സൺ ആണ് കണ്ടുപിടിക്കുന്നത്, അതായത് ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. സോ തീറ്റ ആണ് കണ്ടുപിടിക്കേണ്ടത്. തീറ്റ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അതിൽ നിങ്ങൾ ജസ്റ്റ് ടാൻ തീറ്റ അപ്ലൈ ചെയ്യുക. സോ വാട്ട് ഈസ് ടാൻ തീറ്റ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ദാറ്റ് മീൻസ് വി വിൽ ഗെറ്റ് x by √3x. x get cancelled. So it will be tan theta is equal to 1/√3. If tan theta is equal to 1/√3, what will be theta? Of course that is 30 degree, no? Because tan theta is 1/√3. So the required value of angle of elevation of the sun is 30 degree. This is answer. Moving to the next. ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടിനേക്കാൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നൊരു കാര്യമുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പലരും ഒരു 20% കുട്ടികളൊന്നും ഉദ്ദേശിക്കുന്നില്ല, ബാക്കി 80% കുട്ടികൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സാർ വി അണ്ടർസ്റ്റുഡ് താങ്ക് യു എന്ന് പറഞ്ഞൊരു നോട്ട് വിടൂലേ, അപ്പോൾ കരച്ചിൽ വരും. കാരണം വീഡിയോ പോലും കാണാണ്ട് അവർ സാർ വി അണ്ടർസ്റ്റുഡ് ദീസ് ആർ മൈ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് നോട്ട് വിടുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും കേട്ടോ. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ബുദ്ധിമുട്ടുന്നില്ല, നിങ്ങൾ നോട്ട് വിടണ്ട. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മീൻ ഓഫ് 276x. ഞാൻ പറഞ്ഞ സ്ട്രേഞ്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടെന്നുള്ള അർത്ഥമില്ല, ഇത് സിമ്പിളാണ്. മീൻ ഓഫ് 276 ആൻഡ് എക്സ് ഇസ് ഗിവൺ ആസ് 15. ഇതാണ് ഫസ്റ്റ് ഗിവൺ കാര്യം. മീൻ ഓഫ് 276x ഇസ് ഗിവൺ ആസ് 15. അതിൻ്റെ അർത്ഥം എന്താ? 276xൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ 15 ആണ്. അതായത് 276xൻ്റെ മീൻ 15 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ടും മീൻ എങ്ങനെ കാണുക? മൊത്തം ഒബ്സർവേഷൻസ് ആഡ് ചെയ്ത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് 2ഉം 7ഉം 6ഉം എക്സും അതാണ് ഒബ്സർവേഷൻസ്. അത് മൊത്തം ആഡ് ചെയ്തിട്ട് അതിൻ്റെ നമ്പർ 1 2 3 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് മീൻ. ആ മീനാണ് തന്നേക്കുന്നത് എന്ത്? 15. സോ ഇതാണ് ഗിവൺ ആയിട്ടുള്ള കാര്യം. മീൻ ഓഫ് 276x 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ കണ്ടുപിടിക്കുന്ന എങ്ങനെ? 2 + 7 + 6x ഡിവൈഡ് ബൈ 4 ദാറ്റ് ഈസ് ഗിവൺ ആസ് 15. സോ ഇതാണ് മീൻ, അതാണ് 15 തന്നേക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താ? 7 × 9 6 15. സോ 15 + x വിൽ ബി ഈക്വൽ ടു 15 × 4. വാട്ട് ഈസ് ദാറ്റ്? 60. It implies the value of x will be 60 minus 15. What is that? 45. We got the value of x as what? 45. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനല്ല, വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അതിനാണ് അടുത്തൊരു ഇൻഫർമേഷൻ തന്നേക്കുന്നത്. 1816x, y. ഇതിൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ 10 ആണ്. അതിൽ ആ ഇൻഫർമേഷനിൽ നിന്ന് നിങ്ങൾ വൈൻ്റെ വാല്യൂ കിട്ടണം. സോ 1816x, yൻ്റെ മീൻ 10 എന്ന് പറയുമ്പം അതിൻ്റെ മീൻ എങ്ങനെ കണ്ടുപിടിക്കുക? 18 + 1 + 6 + x + y divided by 1 2 3 4 5. 5 is equal to 10. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. മൊത്തം ഞാൻ വായിച്ചില്ല. മീൻ ഓഫ് 276x ഈസ് ഗിവൺ ആസ് 15. മീൻ ഓഫ് 1816x, y ഈസ് 10. ഫൈൻഡ് ദ വാല്യൂ ഓഫ് y. ദിസ് ഈസ് യുവർ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇതാണ്. അപ്പം 18ൻ്റെയും 1ൻ്റെയും 6ൻ്റെയും എക്സിൻ്റെയും വൈൻ്റെയും മീൻ 10 എന്ന് പറയുമ്പം അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ നമ്പറായ 5 1 2 3 4 5 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 കിട്ടണം. So here we can 18 + 1 19, 19 + 6 25, 25 plus x. We got the value of x as 15. So 25 plus 15 40. So 40 plus ബാക്കിയുള്ളത് y divided by y 5 is equal to 10 കിട്ടും. So it implies 40 plus y is equal to 10 into 5, that is 50. Then what is the value of y? Oh, I made mistake. Let me check where the mistake happened. So ഇവിടെ 19 6 25 25ഉം എക്സിൻ്റെ വാല്യൂ 45ആണ്. അപ്പം 45 55 55 65 ആണ് വരിക അല്ലേ? 70 70 plus y is equal to 50. So y will be 50 minus 70, that is minus 20. So your answer will be minus 20. Minus 20, no? Isn't it? എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. -20 ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 6. Sides of two similar triangle are in the ratio 4:9.
sides of two similar triangle are in the ratio 4:9, then corresponding medians of this triangle are in the ratio of what? That is the question. അതായത് രണ്ട് സിമിലർ ട്രയാങ്കിൾ, ഞാൻ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. രണ്ട് സിമിലർ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് സിമിലർ ട്രയാങ്കിൾ. അതിന് സിമിലർ ആയിട്ടുള്ള വേറൊരു ട്രയാങ്കിൾ. അങ്ങനെ ഈ രണ്ട് സിമിലർ ട്രയാങ്കിളുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സൈഡ്സ് ഓഫ് ടു സിമിലർ ട്രയാങ്കിൾസ് എന്നാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ആർ ഇൻ ദ റേഷ്യോ 4:9. അതായത് ഇതിൻ്റെ സൈഡും ഇതിൻ്റെ സൈഡും തമ്മിലുള്ള റേഷ്യോ, ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ സൈഡ് എയും ഇതിൻ്റെ സൈഡ് ബിയും, ഇവിടെ ഒരു സി ഡി ഇ എഫ് എന്നാണ് 3 സൈഡെങ്കിൽ എയിൻ്റെയും ബിയിൻ്റെയും അല്ലെങ്കിൽ സിൻ്റെയും ഇൻ്റെയും അല്ലെങ്കിൽ ഡിൻ്റെയും എഫിൻ്റെയും, അപ്പം A:B ആവാം, അല്ലെങ്കിൽ C:E ആവാം, D:F ആവാം. സോ ഇഫ് യു കൺസിഡർ A:B, എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബി ആണെങ്കിൽ A:B, അതായത് ആ സൈഡ്സിൻ്റെ ഒരു പെയർ ഓഫ് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ആണ് തന്നേക്കുന്നത്. എന്താണ്? 4:9 എന്ന് തന്നേക്കുന്നത്. ഈ സൈഡുകളുടെ റേഷ്യോ ചിലപ്പം A:B ആവാം, അല്ലെങ്കിൽ C:E ആവാം, ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ D:F ആവാം. അപ്പം രണ്ട് സിമിലർ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ 4:9 എന്നാണ് തന്നേക്കുന്നത്. ഇനി ഇതിൻ്റെ മീഡിയൻ്റെ റേഷ്യോ എന്താണ്? അപ്പം അതിന് മീഡിയൻ്റെ റേഷ്യോ എന്താണെന്നാണ് ചോദ്യം. അതായത് ഇതിൻ്റെ മീഡിയൻ ഇവിടെ ഉണ്ടാവും, ഇതിൻ്റെ മീഡിയൻ ഇങ്ങനെ ഇവിടെ ഉണ്ടാവുമല്ലോ. ഈ മീഡിയൻസിൻ്റെ റേഷ്യോ ഇത് തന്നെയായിരിക്കും. അതായത് 4:9 ആണ് ആൻസർ വരിക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂളുണ്ട്. ആ റൂള് പറയുന്നത് ഇതാണ്. അതൊരു എക്സ്ട്രാ നോളജാണ് നിങ്ങളെ സംബന്ധിച്ച്, ശ്രദ്ധിച്ചിരിക്കുക. അതുകൊണ്ട് രണ്ട് സിമിലർ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. എങ്കിൽ ആ റേഷ്യോ തന്നെ ആയിരിക്കും അതിൻ്റെ മീഡിയൻസിൻ്റെയും എന്നാണ് പറയുന്നത്. രണ്ട് സിമിലർ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എന്താണോ ആ സൈഡ്സിൻ്റെ റേഷ്യോ തന്നെ ആയിരിക്കും എന്തിൻ്റെ റേഷ്യോവും മീഡിയൻ്റെ റേഷ്യോവും എന്ന്. പിന്നെ അത് തന്നെ സൈഡ്സിൻ്റെ റേഷ്യോ തന്നെയായിരിക്കും മീഡിയൻസിൻ്റെ റേഷ്യോ. അതുമാത്രമല്ല ആംഗിൾ ബൈസെക്ടർ, ആംഗിളിന് ഇങ്ങനെ ഇതൊരു ആംഗിളാണല്ലോ, ആ ആംഗിളിൻ്റെ ബൈസെക്ടർ ഇങ്ങനെ വരച്ചാലും അതിന് കറസ്പോണ്ടിങ് ആംഗിളിൻ്റെ ഇങ്ങനെ ഒരു ബൈസെക്ടർ വരച്ചാലും ഈ ആംഗിൾ ബൈസെക്ടറിൻ്റെ റേഷ്യോവും സൈഡ്സിൻ്റെ റേഷ്യോയും ഒരുപോലെ ആയിരിക്കും. അതായത് സൈഡ്സിൻ്റെ എന്താണോ റേഷ്യോ അത് തന്നെയാണ് മീഡിയൻസിൻ്റെ റേഷ്യോ വരിക. സൈഡ്സിൻ്റെ എന്താണോ റേഷ്യോ അത് തന്നെയാണ് ഇങ്ങനെ ആംഗിൾ ബൈസെക്ടറിൻ്റെ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റേഷ്യോയും സൈഡ്സിൻ്റെ റേഷ്യോ ആയിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ സൈഡ്സിൻ്റെ റേഷ്യോ എന്താണോ അത് തന്നെയാണ് ആംഗിൾ ബൈസെക്ടേഴ്സിൻ്റെ റേഷ്യോ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ മീഡിയൻസിൻ്റെ റേഷ്യോ 4:9 ആണ്. അതിന് തക്കതായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഗൂഗിൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു എക്സ്ട്രാ ഇൻഫർമേഷനാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് എഴുതി വെക്കാം. If two triangles, remark എന്ന് പറഞ്ഞാൽ എഴുതിക്കോളൂ. If two triangles are similar, then the ratio of corresponding sides should be equal to the ratio of angle bisectors and altitudes and medians of two triangles. അതായത് രണ്ട് ട്രയാങ്കിളിൻ്റെ ആംഗിൾ ബൈസെക്ടറും ആൾട്ടിറ്റ്യൂഡും മീഡിയൻസിൻ്റെ ഒക്കെ റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോനോട് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊരു എക്സ്ട്രാ ഇൻഫർമേഷനാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചില എക്സാമിനൊക്കെ ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഇതുവരെ അങ്ങനെയൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല ഒരു എക്സാമിനും. പക്ഷേ ട്രയാങ്കിൾസിൽ വെച്ചിട്ട് അവർ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുകയാണ്. അപ്പം അവർ മാക്സിമം ചോദിക്കുന്നതൊക്കെ ചോദിക്കട്ടെ, നമ്മളതൊക്കെ പഠിക്കും. കാരണം എക്സ്ട്രാ ഇതൊന്നും ചാപ്റ്ററിലില്ലാത്ത കോൺസെപ്റ്റാണ്. ഒരുപക്ഷെ ചാപ്റ്ററിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ചില ക്വസ്റ്റ്യൻസിൻ്റെ ഇടയ്ക്കൊക്കെ അത് വന്നിട്ടുണ്ട് ചില ക്വസ്റ്റ്യൻസിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവർ ചോദിക്കുന്നത് ചോദിച്ചോട്ടെ. അപ്പോൾ മോഡൽ എക്സാമിനൊക്കെ അവർ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് പരിചിതമാവും. ഓക്കെ, അപ്പോൾ ഇതിലിപ്പം നമ്മൾ മെയിനായിട്ട് നമ്മൾ പഠിക്കാത്തൊരു കാര്യം നമ്മൾ പരിചയപ്പെട്ടത് സ്കെയിൽ ഫാക്ടറാണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് സ്കെയിൽ ഫാക്ടർ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ് അത് നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനത്തെയുള്ള രണ്ട് കോൺസെപ്റ്റാണ് ഇപ്പം ഒരു ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അതിൽ കൂടുതലൊന്നും ചോദിക്കാനുള്ള സാധ്യത ബോർഡ് എക്സാമിന് കാണുന്നില്ല, ചോദിക്കില്ല. സോ അടുത്ത ക്വസ്റ്റ്യൻ, മൂവിങ് ടു ദ സെവൻത്ത് ക്വസ്റ്റ്യൻ. സെവൻത്ത് ക്വസ്റ്റ്യൻ അല്ല നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതിലൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 മാർക്ക് സെഷനിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഏരിയ ഓഫ് എ കൈറ്റ് കണ്ടുപിടിക്കണം. ദ ഡയഗണൽസ് ആർ ഗിവൺ ആസ് 6 and 8. എന്ന് വെച്ചാൽ എന്താ? ഒരു കൈറ്റ് എന്ന് പറഞ്ഞാൽ പട്ടം. ഒരു പട്ടത്തിൻ്റെ ഡയഗണൽസ് തന്നിട്ടുണ്ട്. സോ ദ ഫസ്റ്റ് ഡയഗണൽ ഈസ് ഗിവൺ ആസ് ഫസ്റ്റ് ഡയഗണൽ ആൻഡ് സെക്കൻഡ് ഡയഗണൽ. അതിൽ ഇന്ന ഡയഗണൽ എന്ന് പറഞ്ഞിട്ടില്ല. ഓരോ ഡയഗണലിൽ 6ഉം 8ഉം ഇതാണ്. അപ്പോൾ ഇതിനെ നമുക്കൊരു 8 എന്ന് വിളിക്കാം അല്ലേ, വലുതാണല്ലോ 8. ഇതിനെ നമുക്ക് 6 എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ റോംബസിലുള്ള ചെയ്തതുപോലെ ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യുകയോ പെർപെൻഡിക്കുലർ ആയിരിക്കും കേട്ടോ. സോറി, അത് പറയാൻ മറന്നു. കൈറ്റിൻ്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. കൈറ്റിൻ്റെ ഡയഗണൽസിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. പക്ഷേ ബൈസെക്റ്റ് ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഈ പോർഷനും ഈക്വൽ ആണെന്നോ ഈ പോർഷനും ഈക്വൽ ആണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. പെർപെൻഡിക്കുലർ ആണെന്ന് മാത്രം. സോ നമ്മൾ ഇതിനെ A, B, C,
ഡി. ഈ ഒരു പോയിൻറ്റിനെ നമ്മൾ ഇ എന്ന് വിളിച്ചു എന്ന് വിചാരിക്കാം. എനിക്ക് ഈ കൈറ്റിൻ്റെ എന്താണ് പറയുക ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ കൈറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പല പല മെത്തേഡ് ഉണ്ട്. ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഈ ഫുൾ കൈറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് പകരം ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും കണ്ടുപിടിക്കുക, പിന്നെ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താൽ പോരെ. ഒന്നുകൊണ്ട് പറയുന്നു, ഈ ഫുൾ കൈറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്താണ് എളുപ്പം? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും കണ്ടുപിടിക്കുക, പിന്നെ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും കണ്ടുപിടിക്കുക, എന്നിട്ട് അങ്ങ് ആഡ് ചെയ്താൽ പോരെ. യെസ്, മതി. സോ എന്താണ് റിക്വയർഡ് ഏരിയ വിൽ ബി ഈക്വൽ ടു വാട്ട്? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി സി ഡി. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എങ്ങനെ കണ്ടുപിടിക്കുക? എ ബി സിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ട്രയാങ്കിൾ എ ബി സിൻ്റെ ഏരിയ, ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയൻ്റെ ഫോർമുല ഹാഫ് ഇൻറ്റു ബി എച്ച് ആണ്. സോ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയൻ്റെ ഫോർമുല കണ്ടുപിടിക്കുമ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ആയിട്ട് ബി സി ആയിട്ടും ഹൈറ്റ് ആയിട്ട് എ ഇ ആയിട്ടും കൺസിഡർ ചെയ്യാം. ഈ ട്രയാങ്കിളിൻ്റെ ബേസ് ആയിട്ട് ബി സിയും ഹൈറ്റ് ആയിട്ട് എ ഇയും കൺസിഡർ ചെയ്യാം. സോ എന്ത് വരും? ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു എ ഇ, അതായത് ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു എ ഇ. ഓക്കെ, പ്ലസ് സിമിലർലി ട്രയാങ്കിൾ ബി സി ഡിൻ്റെ ഏരിയ ഇങ്ങനെ വരിക, ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു ഇ ഡി എന്ന് തന്നെ വരിക, അതായത് ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു ഇ ഡി. ക്ലിയർ? ആൻഡ് നൗ ജസ്റ്റ് സീ, ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും നിങ്ങൾക്ക് ഹാഫ് ഇൻറ്റു 6 ആട്ടോ വരിക. ബി സി ഹാഫ് ഇൻറ്റു ബി സി, ഈ ട്രയാങ്കിൾ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു ഹൈറ്റ് ഡി ഇ. സോ ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു ഡി എന്നാണ്, അങ്ങനെ വരും. ഓക്കെ, സോ ഇതിൽ രണ്ട് ടേം ഉണ്ട്, ഇതൊരു ടേം, ഇത് രണ്ടാമത്തെ ടേം. ഇതിൽ രണ്ടിലും ഏതാണ് കോമൺ ആയിട്ട് വന്നിരിക്കുന്നത്? ഹാഫ് ഇൻറ്റു 6 ഈസ് കോമൺ, ഇനി വേണം. സോ ഹാഫ് ഇൻറ്റു 6 യു ക്യാൻ ടേക്ക് ഔട്ട്. സോ വാട്ട് വിൽ റിമെയിൻ? എ ഇ പ്ലസ് ഇ ഡി. ക്ലിയർ? ഹാഫ് ഇൻറ്റു 6 രണ്ടിലും ഔട്ട് സൈഡ് എടുത്താൽ പിന്നെ ഇവിടെ ഒരു എ ഉണ്ടാവും, പിന്നെ ഇവിടെ ഇ ഡി ഉണ്ടാവും, ഇടയ്ക്ക് പ്ലസും. സോ ഇറ്റ് ബിക്കംസ് ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു വാട്ട് ഈസ് എ ഇ പ്ലസ് ഇ ഡി? എ ഇ പ്ലസ് ഇ ഡി ഈസ് നത്തിങ് ബട്ട് എ ഡി. എ ഡി ഈസ് ഗിവൺ ആസ് 8. So instead of a plus ed you can write 8. So in short, half into 6 into 8 will give you the area. So 24 is the answer. Okay, ഇനി അതല്ലെങ്കിൽ ഈ മെത്തേഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് ഇൻറ്റു ഏരിയ ഓഫ് കൈറ്റ് ഈസ് ഈക്വൽ ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2 എന്നുള്ള ഫോർമുല തന്നെ ഉണ്ട്, അത് ഉപയോഗിക്കാം. D1 stands for the first diagonal, D2 stands for the second diagonal. This is one formula is there. We can use this formula. പക്ഷേ ഇത് നമ്മളൊരു എക്സ്ട്രാ നമ്മൾ ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല. ഇതാണെങ്കിൽ നമ്മൾ അറിയാവുന്ന കോൺസെപ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടി എടുത്തു എന്ന് മാത്രം. മൂവിങ് ടു ദ നെക്സ്റ്റ്, ഷാൽ വി? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒരുവിധം സ്ട്രേഞ്ച് ആയിട്ട് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക എന്നെനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ടൈപ്പ് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഒരു വീഡിയോ സെഷൻ തന്നെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാമെന്നല്ല, ചെയ്യും. കാരണം ഇതൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ മറന്നു പോവുകയാണ്. നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുക. ഇത് ഞാനിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഇടയ്ക്ക് എന്നെ ഒന്ന് വാട്സാപ്പ് ചെയ്യുക. ആരെങ്കിലും ഒന്ന്, സാർ ഇത് ചെയ്യണമെന്ന് സാറ് പറഞ്ഞിരുന്നു, അങ്ങനത്തെ ഒരു വീഡിയോ സാറ് ചെയ്തിട്ടില്ല, ഒന്ന് ചെയ്യുമെന്ന് ചോദിക്കുക. കാരണം എനിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇങ്ങനത്തെ ഫസ്റ്റ് ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് നമ്മളൊരു 10 എണ്ണമെങ്കിലും ചെയ്ത് നോക്കണം. അത് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തു തരാം. അതിൽ നിന്ന് വന്നൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആരെങ്കിലും അതിനെ ഓർമ്മിപ്പിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ അടുത്ത വീഡിയോ സെഷനായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് CBSEൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇതുവരെ അത് ഡിസ്കസ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. അതിന് കുറച്ച് സ്കെയിൽ ഫാക്ടറും കുറച്ച് ലാസ്റ്റ് സെഷൻ ഡീലൊക്കെ നല്ല ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം പോകുന്ന നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക അടുത്ത വീഡിയോ സെഷനിൽ. പിന്നെ അടുത്ത വീഡിയോ സെഷനായിട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അങ്ങനെ നമുക്ക് വീഡിയോ സെഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു വീഡിയോ സെഷൻസ് നിങ്ങൾക്ക് ഉപകാരമേ ഉണ്ടാക്കുകയുള്ളൂ. നിങ്ങൾക്കത് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് എന്തായാലും ഈ വീഡിയോ സെഷനിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്തെങ്കിലുമൊക്കെ ബോർഡ് എക്സാമിന് വരും, ഉറപ്പാണ്. ഓക്കെ, ഫൈൻ ദ നിങ്ങൾക്കറിയോ, നമ്മളൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ അവസാന നിമിഷത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കുട്ടികളെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിൽ തന്നെ മിക്കതും ചെയ്യിപ്പിച്ചത് തന്നെ അതേപോലെ തന്നെ ബോർഡ് എക്സാമിന് വന്നിട്ടുണ്ട്. അതൊക്കെ നടന്ന സംഭവമാണ്. ഓക്കെ, സോ മൂവിങ് ടു ദിസ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്തോളാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതുപോലെയേ ചോദിക്കുകയുള്ളൂ. ഈ നമ്പേഴ്സ് മാറ്റി ഇതേ ഐഡിയയിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ ദാറ്റ് വിൽ divide 43, 91 and 183. Find the largest number that will divide 43, 91, 183 so as to leave the same remainder. This is your question. അതായത്
ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ, വലിയ നമ്പർ കണ്ടുപിടിക്കണം. എന്താണ് ആ നമ്പറിൻ്റെ പ്രത്യേകത? ആ വലിയ നമ്പർ കൊണ്ട് 43നെയും 91നെയും 183നെയും ഡിവൈഡ് ചെയ്ത് നോക്കുമ്പം ഒരേ റിമൈൻഡർ കിട്ടണം. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, ഫൈൻഡ് ലാർജസ്റ്റ് നമ്പർ, പോസിബിൾ ആയിട്ടുള്ള വലിയ നമ്പർ കണ്ടുപിടിക്കണം. എന്താണ് ആ നമ്പറിൻ്റെ പ്രത്യേകത? ആ നമ്പർ കൊണ്ട് 43നെ ഡിവൈഡ് ചെയ്യുക, ആ നമ്പർ കൊണ്ട് 91നെ ഡിവൈഡ് ചെയ്യുക, ആ നമ്പർ കൊണ്ട് 183നെ ഡിവൈഡ് ചെയ്യുക. അപ്പം റിമൈൻഡർ സെയിം കിട്ടണം. അഥവാ ഏത് നമ്പർ കൊണ്ടാണോ 43നെയും 91നെയും 183നെയും ഡിവൈഡ് ചെയ്തിട്ട് സെയിം റിമൈൻഡർ കിട്ടുക, ആ നമ്പറാണ് ആൻസർ. ഉദാഹരണത്തിന് 43നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 43നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ വരിക. നിങ്ങൾ ചെയ്ത് നോക്കൂ. 43നെ 91 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 43നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ കിട്ടുക. 91നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ കിട്ടുക. 183നെ നിങ്ങൾ എന്ത് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വെക്കും, 1 റിമൈൻഡർ കിട്ടുക. അതായത് ചുരുക്കം പറഞ്ഞാൽ 2 കൊണ്ട് ഈ 3 നമ്പറിനെ ഡിവൈഡ് ചെയ്താലും ഒരേ റിമൈൻഡറാണ് കിട്ടുക. പക്ഷേ 2 ഉത്തരം അല്ല. കാരണം എന്താ? 2 ലാർജസ്റ്റ് പോസിബിൾ നമ്പർ അല്ല, 2നേക്കാൾ പോസിബിൾ ആയിട്ടുള്ള നമ്പർ. അതായത് വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് 2നേക്കാൾ മുകളിലുള്ള വേറെ ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടാവും, അതുകൊണ്ട് ഇതിന് 3നെ ഡിവൈഡ് ചെയ്താൽ ഒരേ റിമൈൻഡർ കിട്ടണം. അപ്പോൾ 2 ആവാനുള്ള സാധ്യതയുണ്ട്, 2 നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഉത്തരം 2 അല്ല, ഉത്തരം 4 കിട്ടുക. അതെങ്ങനെ കണ്ടുപിടിക്കും? ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ലോജിക്കാണ്. അപ്പോൾ ഞാൻ എന്താണ് 2 എന്നുള്ള നമ്പർ ചൂസ് ചെയ്തു, 43നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 91നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 183നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഒരേ റിമൈൻഡറാണ് കിട്ടുന്നത്. അപ്പോൾ 2 ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 2 അല്ല ഉത്തരം, 4 ആണ്. ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആൻസർ കീഴിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആൻസറിലോട്ട് എത്തുക? ആ ആൻസർ കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ആൻസർ, അപ്പോൾ ഇത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും അതായത് ഇതേപോലെ ഈ നമ്പർ മാറ്റി ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫൈൻഡ് ലാർജസ്റ്റ് നമ്പർ ദാറ്റ് വിൽ ഡിവൈഡ് 43, 91, 180 സോ ആസ് ടു ലീവ് സെയിം റിമൈൻഡർ. അപ്പോൾ സെയിം റിമൈൻഡർ എന്നുള്ള കോൺസെപ്റ്റും പിന്നെ ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ ദാറ്റ് വിൽ ഡിവൈഡ് എന്ന് പറയുന്ന ഒരു വേഡിങ്സ് ഒക്കെ ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട കോൺസെപ്റ്റ് ഇതാണ്. എന്താണ്? നിങ്ങൾ അതിൻ്റെ ഉത്തരം ഉത്തരം കിട്ടുന്നത് ഇത് ചെയ്താൽ കിട്ടും. എന്ത്? HCF ഓഫ്, HCF എന്ന് എഴുതുക, ഓഫ്, ഇതായിരിക്കും അതിൻ്റെ ഉത്തരം. എന്നിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് സെക്കൻഡ് നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ സബ്ട്രാക്ട് ചെയ്യുക. അതായത് HCF ഓഫ് ഫസ്റ്റ് 91 - 43. ഇതെങ്ങനെയാണ് വന്നത്? നിങ്ങൾക്ക് തന്നിട്ടുള്ള 3 നമ്പറിൻ്റെ സെക്കൻഡ് നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്നത് 91 - 43, പിന്നെ കോമ, പിന്നെ നിങ്ങൾ തന്നിരിക്കുന്ന നമ്പറിൽ തേർഡ് നമ്പറിൽ നിന്ന് സെക്കൻഡ് നമ്പർ സബ്ട്രാക്ട് ചെയ്യുക 183 - 91, കോമ, പിന്നെ ഈ ലാസ്റ്റ് നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ സബ്ട്രാക്ട് ചെയ്യുക 183 - 43. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെയും HCF ആയിരിക്കും നിങ്ങളുടെ ആൻസർ. ഒന്നും കൂടെ പറയുന്നു, ഇതേ ടൈപ്പുള്ള ഏത് ക്വസ്റ്റ്യൻ, അതായത് ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ ദാറ്റ് വിൽ ഡിവൈഡ്, എന്നിട്ട് 3 നമ്പർ തന്നു, സോ ആസ് ടു ലീവ് ദ സെയിം റിമൈൻഡർ എന്ന് ചോദിക്കുന്ന ഏത് ക്വസ്റ്റ്യനിലും ഉത്തരം വരുന്നത് ഇതാണ്, HCF ഓഫ് എന്ന് എഴുതുക. എന്നിട്ട് രണ്ടാമത്തെ മൈനസ് ആദ്യത്തെ, അതാണിത്, കോമ, മൂന്നാമത്തെ മൈനസ് രണ്ടാമത്തെ, അതാണിത്, പിന്നെ മൂന്നാമത്തെ മൈനസ് ആദ്യത്തേത്, അതാണ് മൂന്നാമത്തെ. അതായിരിക്കും നിങ്ങളുടെ ഉത്തരം. സോ HCF ഓഫ് വാട്ട് ഈസ് 91 - 43? ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഇത് 3 കണ്ടുപിടിക്കുക. ഓക്കെ, സോ നിങ്ങൾ നോക്കൂ, HCF ഓഫ് 48, 92, 140 ഇതായിരിക്കും നിങ്ങളുടെ ആൻസർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 48 കിട്ടും, ഇത് ചെയ്ത് കഴിഞ്ഞാൽ 92 കിട്ടും, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 140 കിട്ടും. ഓക്കെ, സോ ദിസ് വിൽ ഗിവ് ഇത് ആൻസർ. HCF ഓഫ് 48, 92, 140. ഇതെങ്ങനെ HCF കണ്ടുപിടിക്കുക? അല്ലെങ്കിൽ 48ൻ്റെയും 92ൻ്റെയും 140ൻ്റെയും HCF ആണ് ആൻസർ. അതെങ്ങനെ കണ്ടുപിടിക്കുക? ജസ്റ്റ് 48നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക, 92നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക, 140നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക, എന്നിട്ട് HCF കണ്ടുപിടിക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് അറിയാം. പല രീതിയിൽ HCF കണ്ടുപിടിക്കും. ഇതാണ് ഒരു മെത്തേഡ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ വരിക. നമുക്കിനി നമ്മൾ HCF കണ്ടുപിടിക്കാൻ പോവുകയാണ്. HCF ഓഫ് 48, 92, 140 ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് നോക്കാം. ഇപ്പം HCF കണ്ടുപിടിക്കുമ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഇത് എന്താ ചെയ്യേണ്ടത്? ഇതിൽ 3നും കോമൺ ആയിട്ട് വന്ന നമ്പർ ഏതാ? 3നും കോമൺ ആയിട്ട് 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ 3ന് കോമൺ ആയിട്ട് 2 എന്നുള്ള നമ്പറല്ലേ ഉള്ളൂ. അതിൽ ഏറ്റവും 2ൻ്റെ ലീസ്റ്റ് പവർ ഏതാ? 2ൻ്റെ പവർ 4 ഉണ്ട്, 2ൻ്റെ പവർ 2 ഉണ്ട്, 2ൻ്റെ പവർ 2 ഉണ്ട്. അതിൽ ഏറ്റവും ലീസ്റ്റ് 2ൻ്റെ പവർ 2 തന്നെയാണ് അല്ലേ? 2ൻ്റെ കോമൺ ആയിട്ടുള്ള നമ്പർ എഴുതി എന്നിട്ട് അതിൽ ഏറ്റവും ലീസ്റ്റ് പവർ കൊടുക്കുക. ഈ 4 ആണോ 2 ആണോ 2 ആണോ ചെറുത്? 2 ആണ് ചെറുത്. സോ 2 വിൽ ഗീവ് ഇത് ആൻസർ. ദാറ്റ് മീൻസ് 4. അങ്ങനെയാണ് നമുക്ക് 4 എന്നുള്ള ആൻസർ കിട്ടിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് 4 ആണ് നമ്മുടെ റിക്വയർഡ് നമ്പർ. അഥവാ നമുക്ക് തന്നിരിക്കുന്ന 43, 91, 183 നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഓരോന്നിനെയും റിമൈൻഡർ സെയിം ആയിരിക്കും. ഇപ്പോൾ 2 പോസിബിൾ ആണ്, പക്ഷേ 2നേക്കാൾ വലുതുള്ള നമ്പറായ 4ഉം പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ പോസിബിളാണ്. സോ 4 വിൽ ബി ദ ആൻസർ.
2 ശരിയാണ്, പക്ഷേ ലാർജസ്റ്റ് പോസിബിൾ നമ്പർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 2-നേക്കാൾ വലുത് 4 ആണല്ലോ. 4-നേക്കാൾ വലുതായിട്ടൊരു നമ്പർ പോസിബിൾ അല്ല. സോ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. സോ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം കിട്ടിയത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. മൂവിങ് ടു ദ നെക്സ്റ്റ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് 2p + 1 13 5p - 3 are in AP, then what is p? ദിസ് ഈസ് യുവർ ക്വസ്റ്റ്യൻ. ഇതൊക്കെ നിങ്ങൾ പലരും നന്നായി അറിയാവുന്ന ക്വസ്റ്റ്യനാണ്. എങ്കിലും ഇത് നോട്ടിൽ എഴുതിക്കോളൂ ഈ വീഡിയോ കാണുമ്പോൾ. കാരണം ഒരു പ്രാവശ്യം കൂടെ എഴുതിയെന്ന് വിചാരിച്ച് നിങ്ങളുടെ അറിവ് നഷ്ടപ്പെടുകയൊന്നുമില്ല കൂടുതലല്ലാണ്ട്. സോ നമുക്ക് റൂളുണ്ട്, ഇത്രയും മാത്രമേ ഉള്ളൂ. ഇഫ് A, B, C are in AP, then B should be equal to A + C/2. ഇത് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന റൂളാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ നിന്നും. ഞാൻ ഏതോ വീഡിയോയിൽ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ABC ഇങ്ങനെ 3 നമ്പേഴ്സ് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ, 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സാണ്, 3 അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ A + C/2 ആയിരിക്കും. ഇഫ് ABC ആർ ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ദെൻ ദ മിഡിൽ നമ്പർ B ഷുഡ് ബി ഈക്വൽ ടു A + C/2. സോ when we apply that rule here, 2p + 1 13 5p - 3, they are in AP, then the middle number 13 should be equal to what? 2p + 1 ആയിട്ടുള്ള ഫസ്റ്റ് നമ്പറിൻ്റെയും പ്ലസ് 5p - 3 ആയിട്ടുള്ള ലാസ്റ്റ് നമ്പറിൻ്റെയും സമ്മിൻ്റെ ഡിവൈഡ് ബൈ 2 ആയിരിക്കും. So solving this, we will get the value of p. 13 into 2, 26 will be equal to 2p + 1 + 5p - 3. So that implies 26 is equal to 2p + 5p, 7p, 1 - 3 - 2. So when we solve this, we will get 28 is equal to 7p. So value of p will be 4. The value of p, we got the value of p as 4. This is the answer. You understood, no? സോ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ, എളുപ്പമാണ്. മൂവിങ് ടു ദ നെക്സ്റ്റ് സെലക്റ്റഡ് ക്വസ്റ്റ്യൻ. ഇൻ ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പല കുട്ടികൾക്കും ചെയ്യാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എളുപ്പമാണ്, ഞാൻ ചെയ്ത് കാണിക്കാം. ഇൻ ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ABC, AB is equal to AC, D is a point on C അല്ല, on BC. D is a point on BC. Prove that AB square minus AD square is equal to BD into CD. It was the question. Let me come to the question. This is the figure which is given according to the question. ഈ ഫിഗർ വെച്ചിട്ട് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇൻ ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ABC. ABC എന്ന് പറയുന്നത് ഒരു ഐസോസെലസ് ട്രയാങ്കിളാണ്. ശ്രദ്ധിച്ചിരിക്കുക പ്ലീസ്, ശ്രദ്ധിച്ചിരിക്കുക പറയുമ്പം. ABC എന്ന് പറയുന്നത് ഒരു ഐസോസെലസ് ട്രയാങ്കിളാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ഷൂട്ട് ചെയ്യാൻ കാരണം ഈ രാവിലത്തെ ക്ലാസ്സും കണ്ട് ടീച്ചേഴ്സൊക്കെ ടയേർഡാണ്. നിങ്ങളെല്ലാവരും സ്കൂളിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മാത്സ് പഠിക്കാൻ സ്കൂളിൽ നിന്ന് സമയം കിട്ടുന്നില്ല. മാത്സ് എന്നല്ല, ഒരു സബ്ജക്റ്റ് ടീച്ചേഴ്സിനും കണ്ടിന്യൂസ് ആയിട്ട് ദിവസങ്ങൾ കിട്ടുന്നില്ല. സോ മാത്സിന് ഒട്ടും കിട്ടുന്നില്ലാത്തൊരവസ്ഥ. കാരണം മാത്സിന് കിട്ടുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഗ്രൂപ്പ് 4-ലാണ് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത്. കാരണം ഗ്രൂപ്പ് 4-ൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ കാരണം നമുക്ക് നമ്മുടെ സഹായം ആവശ്യമുള്ള കുട്ടികളുണ്ട് അവിടെ. അത് അവർ പഠിക്കാത്തതുകൊണ്ടല്ല, അവർക്ക് മാത്സിനോട് താല്പര്യമില്ല എന്ന് പറയാനാണ് എനിക്കിഷ്ടം. മിടുക്കന്മാരാണ് അവരൊക്കെ, മാത്സിനോട് താല്പര്യമില്ലാത്ത കുറച്ച് കുട്ടികളുണ്ട്. അപ്പം മാത്സിനോട് ബാക്കി ഗ്രൂപ്പ് 1-ലും 2-ലും 3-ലും ഭയങ്കര ബ്രില്യൻ്റ് ഒന്നുമല്ല, അതിലുമുണ്ട് വെറും ഉഴപ്പന്മാരും. കുറച്ച് പേര് പഠിക്കുന്നുണ്ടെന്ന് ഷോ കാണിച്ചു നടക്കുന്നവരും നമ്മൾ വിശ്വസിപ്പിക്കുന്നവരും ഒക്കെ ഉണ്ട്. അങ്ങനെ തന്നെ പറയുന്നതുകൊണ്ട് ആർക്കും വിഷമം വരരുത്. അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾ ഉള്ളത് കൊണ്ടാണ്. നിങ്ങളെ അല്ല എന്ന് വിചാരിച്ചോളൂ, ഓരോരുത്തരും വിചാരിച്ചോളൂ നിങ്ങളല്ല എന്ന്. ഞാൻ ജനറലായിട്ട് പറഞ്ഞതാണ്, ഞാൻ ആരെയും സ്പെസിഫിക് ആയിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. സോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് എല്ലാ ഗ്രൂപ്പിലോട്ടും ഒരുപോലെ എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സോ ലെറ്റ് മീ കം ടു ദ പോയിന്റ്. ഇൻ ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന എൻറ്റയർ ട്രയാങ്കിൾ ഒരു ഐസോസെലസ് ആണ്. അതായത് 2 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ. അതിൻ്റെ ഈക്വൽ സൈഡ്സ് ഗിവൺ ആണ്. ABയും ACയും ആണ് ഈക്വൽ സൈഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് D is a point on BC. സോ BCയിലെ ഒരു പോയിൻ്റാണ് എന്താണ് D എന്ന് പറഞ്ഞാൽ BCയിലെ ഒരു പോയിൻ്റാണ്. ആൻഡ് ഈ ഫിഗറിൽ നിന്ന് തന്നെ വളരെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. ALലും BCയും പെർപെൻഡിക്കുലറാണ്. കാരണം ആംഗിൾ ബിറ്റ്വീൻ AL ആൻഡ് BC is 90 degree. It is already marked there. And we are supposed to prove that AB square minus AD square is equal to BD into CD. Anyway, AB നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് AB square minus AD square is equal to BD into CD ആണ്. സോ ഗിവണും ടു ഫൈൻഡും
ഓക്കെ, ഇത് എന്നിട്ട് പ്രൂഫിലോട്ട് നമ്മൾ വരുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്, എ ബി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി ഡി ഇൻറ്റു സി ഡി. സോ ഞാൻ LHSൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എ ബി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇനി എ ബി സ്ക്വയർ എന്താണ്, എ ഡി സ്ക്വയർ എന്താണ്? ഞാൻ LHSൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്ക് RHS ആയിട്ടുള്ള ബി ഡി ഇൻറ്റു സി ഡിയിലോട്ടാണ് എത്തേണ്ടത്. സോ LHSൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എ ബി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ. ഇനി വാട്ട് ഈസ് എ ബി സ്ക്വയർ? നിങ്ങൾ നോക്കാം, ഈ റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ഈ റൈറ്റ് ട്രയാങ്കിൾ ഇതാ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയ്ഡ് ചെയ്ത് തരാം. അതാ ഈ റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഈ റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ അതിൽ ഹൈപ്പോട്ടനീസ് 90 ഡിഗ്രിക്ക് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള എ ബി ആണ്, ബേസ് ഇതാണ്, ഹൈറ്റ് ഇതാണ്. റൈറ്റ് ട്രയാങ്കിൾ എ എൽ ബിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സോ പൈതഗോറസ് തിയറം അനുസരിച്ച് എ ബി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ബി എൽ സ്ക്വയർ പ്ലസ് എ എൽ സ്ക്വയർ. സോ യു ക്യാൻ റീപ്ലേസ് എ ബി സ്ക്വയർ ആസ് വാട്ട്, ബി എൽ സ്ക്വയർ പ്ലസ് എ എൽ സ്ക്വയർ. അപ്പോൾ എ ബി സ്ക്വയർ നമ്മളിങ്ങനെ റീപ്ലേസ് ചെയ്തു, മൈനസ് ഇനി എ ഡി സ്ക്വയറിനെ റീപ്ലേസ് ചെയ്യാം. എ ഡി സ്ക്വയറിന് നമുക്ക് സിമിലർലി എന്ന് പറയാൻ പറ്റില്ല, എ ഡി സ്ക്വയറിനെ റീപ്ലേസ് ചെയ്യാൻ നമുക്ക് ഈ റൈറ്റ് ട്രയാങ്കിൾ ഇതാ, ഈ ചെറിയ റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അതിൽ എ ഡി ഹൈപ്പോട്ടനിസ് ആണ്, ഡി എൽ ബേസ് ആണ്, എ എൽ ഹൈറ്റ് ആണ്. സോ എ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി എൽ സ്ക്വയർ പ്ലസ് എ എൽ സ്ക്വയർ. സോ എ ഡി സ്ക്വയർ വി ക്യാൻ റീപ്ലേസ് ആസ് ഡി എൽ സ്ക്വയർ പ്ലസ് എ എൽ സ്ക്വയർ. Now you just see, when you open the bracket, this BL square plus AL square as it is, when you take the minus inside, it become minus DL square minus AL square. ഈ മൈനസ് ഉള്ളോട്ട് എടുക്കുക, ബ്രാക്കറ്റ് ഒഴിവാക്കി. ക്ലിയർ? സോ now you just see this AL square and AL square get cancelled. What is BL square minus DL square? Then BL square minus DL square only the remaining thing, no? So BL square minus DL square is in the form A square minus B square. What is A square minus B square? A plus B into A minus B. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് BL plus DL ഇൻറ്റു BL മൈനസ് DL എന്ന് എഴുതി കൂടെ മക്കളെ എഴുതാൻ പറ്റും. ക്ലിയർ? ഇത് A square minus B square ഫോമിലാണ്, A plus B into A minus B. ഇനി നോക്കി, വാട്ട് ഈസ് BL പ്ലസ് ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഇനി ഇവിടം വരച്ച് അവിടെ നമുക്ക് മനസ്സിലായി. ഇനി നിങ്ങളോട് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ പറയുകയാണ്. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത ഉണ്ട്. ഒരു ഐസോസെലസ് ട്രയാങ്കിളിൽ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഈ ലൈൻ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ മാത്രം, ഐ റിപ്പീറ്റ്, ഇഫ് എ ബി സി ഈസ് ഐസോസെലസ്, ദെൻ ഇഫ് എ ബി സി ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ, ദെൻ ഇങ്ങനെ ഒരു എ പി പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ബി പിയും പി സിയും ഈക്വൽ ആകും. അതൊരു കണ്ടീഷനാണ്. ഇഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് എൻ ഐസോസെലസ് ട്രയാങ്കിൾ, ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. ഇത് റൈറ്റ് സൈഡിൽ അവിടെ എഴുതി വെക്കുക. ഇങ്ങനെ ഈ ഫിഗർ വരയ്ക്കുക, എന്നിട്ട് എഴുതുക, ഇഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് എൻ ഐസോസെലസ് ആണെങ്കിൽ മാത്രം, ഇക്വലാറ്ററൽ ആണെങ്കിലും പറ്റും. ഇഫ് എ ബി സി ഈസ് ഐസോസെലസ് ഓർ ഇക്വലാറ്ററൽ, ദെൻ ഇഫ് എ പി ഈസ് പെർപെൻഡിക്കുലർ ടു ബി സി ആണെങ്കിൽ, അങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ ബി പിയും പി സിയും ഈക്വൽ ആവും. ആയതുകൊണ്ട് തന്നെ അതേ പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്താൽ ഈ ഐസോസെലസ് ട്രയാങ്കിൾ വരച്ച പെർപെൻഡിക്കുലർ അല്ലേ എ എൽ, അപ്പോൾ ബി എല്ലും എൽ സിയും ഈക്വൽ ആവണ്ടേ? ആവും. ഇപ്പോൾ പറഞ്ഞ കാര്യം അനുസരിച്ച് that means BL is equal to LC. Clear? So where you can replace BL as LC. So BL plus DL becomes what? LC plus DL. Then BL minus DL you can replace as LC minus BL minus BL minus DL ന് നിങ്ങൾ മാറ്റം വരുത്തണ്ട. അതുപോലെ തന്നെ ഇവിടുത്തെ ബി എൽ പ്ലസ് ഡി എല്ലിൽ ബി എല്ലിന് നിങ്ങൾ മാറ്റം വരുത്താം. ഇവിടുത്തെ ബി എൽ മൈനസ് ഡി എൽ അതുപോലെ, അവിടെ നമ്മൾ ഒരു ചേഞ്ചും വരുത്തുന്നില്ല. കാരണം അതിനുള്ള കാരണം നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ട് മാറ്റം വരുത്തി, ഇവിടെ എന്തുകൊണ്ട് ഷിബിൻ സാർ മാറ്റം വരുത്തില്ല, അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും. വാട്ട് ഈസ് എൽ സി പ്ലസ് ഡി എൽ? നിങ്ങൾ നോക്കിയേ, എൽ സിയും ഡി എല്ലും കൂടെ ആഡ് ചെയ്താൽ എന്താണ് വരിക? ഡി സി ആണ് വരിക. സോ എൽ സി പ്ലസ് ഡി എൽ വിൽ ബി ഡി സി ഇൻറ്റു വാട്ട് ഈസ് ബി എൽ മൈനസ് ഡി എൽ? ബി എല്ലിന്ന് ഡി എൽ സബ്ട്രാക്ട് ചെയ്താൽ എത്ര വരും? ബി ഡി ആണ് വരിക. ഇതാ ബി എല്ലിന്ന് ഡി എൽ അങ്ങ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ബി ഡിയാണ് വരിക. ബി ഡി ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നോക്കി, ബി ഡി ഇൻറ്റു സി ഡി, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രൂവ് ചെയ്യേണ്ടതിലോട്ട് എത്താനാണ് ഞാൻ അങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തത്. സോ ദിസ് ഈസ് ദ റിസൾട്ട്. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ ഓൾമോസ്റ്റ് നോ. സോ നൗ യു ക്യാൻ ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്. ഞാനിപ്പോൾ വീഡിയോ പോസ് അടിക്കാൻ പോവാണ്. എന്നിട്ട് ഒന്ന് ചാർജ് ചെയ്യട്ടെ. കാരണം മൊബൈലിൻ്റെ ചാർജ് 38% ആയി. ചിലപ്പോൾ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയി പോകും. അങ്ങനെ ഒരു ദിവസം സംഭവിച്ചിട്ടുണ്ട്. ഞാനൊരു 50 മിനിറ്റിൻ്റെ വീഡിയോളം ഏകദേശം എടുത്തു. അപ്പോൾ സ്വിച്ച് ഓഫ് ആയി പോയി. അങ്ങനെ വീഡിയോ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. അത് ഞാൻ കുറച്ച് നേരം ചാർജ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് മുഖമൊക്കെ കഴുകി റിലാക്സായി വരാം. ഓക്കെ, നൗ യു ക്യാൻ പോസ്, ടേക്ക് സം റിഫ്രഷ്മെൻറ്റ്. ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക് വി ആർ ഗോയിങ് ടു മീറ്റ് again. Clear? Welcome back.
So next question. A circular park 42 meter in diameter has a path 3.5 meter width running around it is on outside. Find the cost of graniting the path for 20 per meter square. So ഈ ക്വസ്റ്റ്യൻ്റെ ഒരു മീനിങ് ഞാൻ പറയാം. ഒരു സർക്കുലർ പാർക്കുണ്ട്. സർക്കുലർ പാർക്കാണോ പാത്താണോ എന്നറിയില്ല. സർക്കുലർ പാർക്കാണെന്ന് തോന്നുന്നു. ഈ ക്വസ്റ്റ്യനും ഒരുപാട് കുട്ടികൾ തെറ്റിച്ചിട്ടുണ്ട്. വളരെ അപൂർവം കുറച്ച് കുട്ടികൾ മാത്രമേ ശരിയാക്കിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ഫോക്കസ് ചെയ്യുന്നത്. കൂടുതൽ കുട്ടികളും ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല, ചെയ്യാത്ത ക്വസ്റ്റ്യൻസാണ് ഫോക്കസ് ചെയ്യുന്നത്. അതങ്ങനെയാണ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. 50 മിനിറ്റായി. ഇറ്റ് ഈസ് ഗോയിങ് ടു എ ലെങ്തി വീഡിയോ, മോർ ദാൻ 1 hour, മേ ബി മോർ ദാൻ 1 hour and 20 minutes or 15 minutes. A circular park, its diameter is given as 42 meters. So it's obviously its radius will be 21 meter. 21 മീറ്ററാണ് അതിൻ്റെ റേഡിയസ് വരിക. ഓക്കെ, ഇതിന് ചുറ്റും ഒരു പാത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഈ സർക്കുലർ പാർക്ക്, ഇതാണ് നമ്മുടെ പാർക്ക്, കുറേ അതും ഇതൊക്കെ ഉള്ള പാർക്ക്. അതിന് ചുറ്റും ഒരു അതിന് ചുറ്റും ഒരു പാത്തുണ്ട്. അതായത് ഈ സർക്കുലർ പാർക്കിന് ചുറ്റും ഒരു പാത്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാത്ത് ഇങ്ങനെ ആയിരിക്കും അല്ലേ. പാത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ട്രാക്ക് അല്ലെങ്കിൽ ഒരു വഴി എന്നൊക്കെ നമുക്ക് ഉദ്ദേശിക്കാം. ഓക്കെ, അതായത് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് എന്താണ് പറയുക, നമ്മുടെ പാത്ത്, ഒരു വഴി അല്ലെങ്കിൽ ഒരു ട്രാക്ക്. അവിടെ റണ്ണിങ് ഔട്ട് സൈഡ്, അതായത് എനിക്ക് തോന്നുന്നത് ഇത് ഓടാൻ വേണ്ടിയിട്ടുള്ള ട്രാക്കാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് പറഞ്ഞാൽ, ഈ ട്രാക്കിൻ്റെ വിഡ്ത്ത് ദാറ്റ് ഈസ് ഗിവൺ ആസ് 3.5 മീറ്റർ. അതായത് വിഡ്ത്ത്, ഈ ട്രാക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ് ട്രാക്കിൻ്റെ വിഡ്ത്ത്. ഇത് അല്ലെങ്കിൽ ഇത് ഒക്കെ സെയിം ആണ്. ഇതാണ് ട്രാക്കിൻ്റെ വിഡ്ത്ത്. അതായത് ഇതാണ് ട്രാക്കിൻ്റെ വിഡ്ത്ത്. ഈ വിഡ്ത്താണ് ഇറ്റ് ഈസ് ഗിവൺ, ദാറ്റ് വിഡ്ത്ത് ഓഫ് ദ പാത്ത് ഈസ് ഗിവൺ ആസ് 3.5 മീറ്റർ. അതായത് ഈ വിഡ്ത്തിന് നമ്മൾ സ്പെഷ്യലായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് 3.5 മീറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇങ്ങനെ പാത്തും കൂടെ വരച്ചു കഴിയുമ്പോൾ പുറമേ ഒരു സർക്കിൾ ഉണ്ട്, ഔട്ടർ സർക്കിൾ, പിന്നെ ഉള്ളിലൊരു സർക്കിൾ ഉണ്ട്, ഇന്നർ സർക്കിൾ. അങ്ങനെ പുറമേ ഉള്ള ഒരു സർക്കിൾ ഉണ്ട്, ഔട്ടർ സർക്കിളും ഉണ്ട്, ഉള്ളിലൊരു സർക്കിൾ ഉണ്ട്, ഇന്നർ സർക്കിൾ. ഇതാണ് ഇന്നർ സർക്കിൾ, ഇതാണ് പുറത്ത് കൂടെ ഉള്ളതാണ് ഔട്ടർ സർക്കിൾ. ഈ ഔട്ടർ സർക്കിളിൻ്റെയും ഇന്നർ സർക്കിളിൻ്റെയും റേഡിയസ് ഉണ്ട്. സോ ഇന്നർ സർക്കിളിൻ്റെ റേഡിയസും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഔട്ടർ സർക്കിളിൻ്റെ റേഡിയസും സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഇന്നർ സർക്കിൾ എന്ന് വെച്ചാൽ അതിൻ്റെ റേഡിയസ് ഓൾറെഡി ഒരു തന്നിട്ടുണ്ട് 21 മീറ്റർ. സോ ഇന്നർ സർക്കിളിൻ്റെ റേഡിയസ് 21 മീറ്ററാണ്. R1 എന്ന് വിളിക്കാം. ഔട്ടർ സർക്കിളിൻ്റെ റേഡിയസ് R2 എന്ന് വിളിച്ച് കഴിഞ്ഞാൽ, ഔട്ടർ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ, പുറത്തുള്ള സർക്കിളിൻ്റെ റേഡിയസ്. അതായത് പുറത്തുള്ള സർക്കിളിൻ്റെ സെൻറ്ററും ആ ഉള്ളിലുള്ള സർക്കിളിൻ്റെ സെൻറ്ററും ഇതേ സെൻറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ പുറത്തെ സ്ഥലമുള്ള സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ടു ദ ഔട്ടർ പോർഷൻ. സോ പുറത്തുള്ള സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ടു ദ പോയിൻ്റ് ഓൺ ദാറ്റ് സർക്കിൾ. അതായത് ഇവിടം മുതൽ ഇവിടം വരെ വരും പുറമേയുള്ള സർക്കിളിൻ്റെ റേഡിയസ്. ഉള്ളിലുള്ള സർക്കിളിൻ്റെ റേഡിയസ് എന്ന് വെച്ചാൽ ഇവിടം മുതൽ ഇവിടം വരെ ആണെങ്കിൽ, പുറമേയുള്ള സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ മുതൽ ആ പുറമേയുള്ള സർക്കിളിൻ്റെ മുകൾ വരെ, ഇവിടം വരെ. അതായത് ഈ ടോട്ടൽ ലെങ്ത് ആയിരിക്കും റേഡിയസ് വരിക. അതായത് ഇതും കൂടെ കൂട്ടണം. അതായത് 21ഉം 3.15ഉം കൂടെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 24.5 അല്ലേ, 24.5 മീറ്ററാണ് അതിൻ്റെ റേഡിയസ് കിട്ടുക. ഇത് എന്തിന് കാൽക്കുലേറ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമുക്ക് പ്രോബ്ലത്തിലോട്ട് വേണം. നമുക്ക് പറഞ്ഞേക്കുന്നത് ഈ വരച്ചിരിക്കുന്ന ട്രാക്കില്ലേ, ആ ട്രാക്ക് ഗ്രാനൈറ്റ് ഫ്ലോർ ചെയ്യണം, ഗ്രാനൈറ്റ് പാകണം. ഈ ട്രാക്കിൽ മാത്രം, ഉള്ളിലല്ല, ട്രാക്കിൽ മാത്രം ഗ്രാനൈറ്റ് ഫ്ലോർ ചെയ്യണം. ആ ഗ്രാനൈറ്റിന് എത്ര രൂപ കൊടുക്കേണ്ടി വരും? 1 മീറ്റർ സ്ക്വയർ ഗ്രാനൈറ്റ് ചെയ്യണമെങ്കിൽ 20 രൂപ കൊടുക്കണമെങ്കിൽ മൊത്തം എത്ര രൂപ കൊടുക്കേണ്ടി വരും എന്നതാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. 1 മീറ്റർ സ്ക്വയർ ഗ്രാനൈറ്റ് നമ്മളിങ്ങനെ ഫ്ലോർ ചെയ്യുമ്പോൾ എത്ര രൂപ കൊടുക്കണം? 20 രൂപ കൊടുക്കണമെങ്കിൽ 1 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? 1 മീറ്ററും 1 മീറ്റർ ഏകദേശം 1 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ വീതിയും ഒക്കെ ഉള്ള ഒരു വലിയൊരു സ്ക്വയർ കൺസിഡർ ചെയ്യാം. 1 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഏകദേശം ഈ ടേബിളിൻ്റെ ഈ ടേബിളിൻ്റെ ഒരു മേൽഭാഗമില്ല, അത് അത്രയും ഗ്രാനൈറ്റ് ചെയ്യണമെങ്കിൽ 20 രൂപ കൊടുക്കണം. അപ്പം മൊത്തം എത്ര രൂപ ആവുമെന്നാണ് ചോദിക്കുന്നത്. അതായത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, മീറ്റർ സ്ക്വയറിലാണ് എമൗണ്ട് തന്നിരിക്കുന്നത്. മീറ്റർ സ്ക്വയർ സ്റ്റാൻഡ്സ് ഫോർ ഏരിയ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രാക്കിൻ്റെ മാത്രം ഏരിയ കണ്ടുപിടിച്ചാൽ ആൻസറിലോട്ട് എത്താം. ഓക്കെ, കാരണം മീറ്റർ സ്ക്വയർ എന്ന് വെച്ചാൽ ഏരിയ ആണ്, ഏരിയൻ്റെ ടൈംസിലാണ് തന്നിരിക്കുന്നത്. സോ വി ആർ സപ്പോസ് ടു കാൽക്കുലേറ്റ്
ഏരിയ ഓഫ് ട്രാക്ക് ഫസ്റ്റ്, എന്നിട്ട് എമൗണ്ടിലോട്ട് കണക്ട് ചെയ്യാം. ആ ഏരിയ ഓഫ് ട്രാക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? ട്രാക്കിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ പുറമേയുള്ള സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ഉള്ളിലുള്ള സർക്കിളിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, സോ ഏരിയ ഓഫ് ഔട്ടർ സർക്കിൾ മൈനസ് ഏരിയ ഓഫ് ഇന്നർ സർക്കിൾ. ഔട്ടർ സർക്കിൾ ആണെങ്കിലും ഇന്നർ സർക്കിൾ ആണെങ്കിലും ഏരിയൻ്റെ ഫോർമുല πr² ആണ്. ഔട്ടർ സർക്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ R2 എന്നാണ് റേഡിയസ് കൊടുത്തേക്കുന്നത്. സോ πr2² മൈനസ് ഉള്ളിലുള്ള സർക്കിളിൻ്റെ റേഡിയസും πr² ആണ്, പക്ഷേ റേഡിയസ് R1 ആണ്. സോ πr2² മൈനസ് πr1². സോ π you can take outside, and what is your R2? R2 we have calculated R2 as 24.5 square minus R1², that is nothing but 21². സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പല കുട്ടികളും അത് എക്സ്പാൻഡ് ചെയ്ത് സ്ക്വയർ ചെയ്ത് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യും. ഒരുപാട് സമയം എടുക്കും. നമുക്ക് അതിനേക്കാൾ എളുപ്പമുള്ള മാർഗ്ഗമുണ്ട്. ഇത് A² മൈനസ് B² ആയതുകൊണ്ട് നമുക്ക് A+B × A - B എന്നുള്ള ഫോർമുല യൂസ് ചെയ്താൽ മാത്രം മതി. സോ A - B ചെയ്യുമ്പോൾ 24.5 മൈനസ് 21 ഇൻറ്റു A+B 24.5 + 21, അതങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ലേ ചെയ്യാം. π ഇൻറ്റു 24.5 മൈനസ് 21 എന്ന് വെച്ച് കഴിഞ്ഞാൽ 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇങ്ങനെ കിട്ടും. ഇനി അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പൈക്ക് 22/7 കൊടുക്കുക. 3.5നെ 35/10 എഴുതുക. 45.5നെ 455 / 10 എഴുതുക. എന്നിട്ട് ക്യാൻസലേഷൻ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ക്യാൻസലേഷൻ ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ നമുക്ക് 2 വെച്ച് ക്യാൻസൽ ചെയ്യാം, 5 വെച്ച് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇങ്ങനെ ക്യാൻസൽ ചെയ്താൽ 11 × 455/10 കിട്ടും. സോ 11 × 455 എന്താണ് ചെയ്ത് നോക്കുക. സോ നമുക്ക് 5005/10 എന്നുള്ള ഒരു ആൻസറാണ് വരിക. അത്രയും m² ഏരിയ ഉണ്ട് ആ ട്രാക്കിനൊന്ന് കിട്ടി. ഇനി നമുക്ക് ഏരിയ അല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, നമുക്ക് എമൗണ്ട് ആണ്. 1 m²ന് 20 രൂപയാണെങ്കിൽ ഇത്രയും m² ഏരിയ ആ ട്രാക്കിനുണ്ടെങ്കിൽ ഇത്രയും m²ന് എത്രയാവും? 1 m² 20 ആണെങ്കിൽ ഇത്രയും m² ഇത്രയും ഇൻറ്റു 20. സോ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. സോ കോസ്റ്റ് അല്ലേ, കോസ്റ്റ്. സോ റിക്വയർഡ് എമൗണ്ട് ഈസ് ഈക്വൽ ടു എത്രയാണോ നമുക്ക് കിട്ടിയത് അതിന് 20 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 25005 / 10 ഇൻറ്റു 5005 / 10 ഇൻറ്റു 20 ചെയ്താൽ മതി. സോ സോ ഇതാണ് ആൻസർ. 10010 എന്നുള്ളത് ഷാർപ്പ് ആൻസറിലോട്ട് നിങ്ങൾക്ക് എത്തും. 10010 ആണ് ശരിക്കുള്ള ആൻസർ. സോ അതിലോട്ട് നിങ്ങൾക്ക് ഷാർപ്പായിട്ട് എത്താം. നിങ്ങൾ പോകുന്ന പ്രോസസ്സും നിങ്ങൾ ചെയ്ത സിംപ്ലിഫിക്കേഷനൊക്കെ ഇപ്പോൾ ഞാൻ ചെയ്തതുപോലെയൊക്കെ തന്നെയാണെങ്കിൽ, കാരണം സിംപ്ലിഫിക്കേഷൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷാർപ്പ് ആൻസർ കിട്ടും വിത്തൗട്ട് എനി മിസ്റ്റേക്ക്. പക്ഷേ പല കുട്ടികൾക്കും പോയിൻ്റൊക്കെ വന്നിട്ടുണ്ട്, കുറേ ബുദ്ധിമുട്ടി അവർ. ഇതാണ് ഇതിൻ്റെ എളുപ്പം. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാൻ എഴുതിയിട്ടില്ല. ഇതാണ് ഫിഗർ വരുന്നത്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് AB-ൻ്റെ വാല്യൂ ആണ്. ഞാൻ അതിനുള്ള ഹിൻസ് പറഞ്ഞുതരാം. പല കുട്ടികളും ചില കുട്ടികൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യനാണത്. പല കുട്ടികളും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇതാണ് ഫിഗർ. സർക്കിളുണ്ട്. പുറത്തുള്ളൊരു പോയിന്റിൽ നിന്നുള്ള 2 ടാൻജൻസ് ആണ് AC-യും BC-യും. ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻറ്റ് ഈസ് ഗിവൺ ആസ് 60 ഡിഗ്രി. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് AB-ൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുകയാണ്. നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും BC-യും AC-യും ഈക്വലാണ്. കാരണം എന്താ, രണ്ടും ലെങ്ത് ഓഫ് ടാൻജൻസ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു ദ സർക്കിൾ. സോ ഇൻ ദാറ്റ് വേ AC ആൻഡ് BC ആർ ഈക്വൽ. ഇഫ് AC ഈസ് ഈക്വൽ 5, BC ഓൾസോ ഷുഡ് ബി 5. സോ അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ ഐസോസെലസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. കാരണം 2 സൈഡ് ഈക്വലായി. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? ആംഗിൾ ഓപ്പോസിറ്റ് ടു ദി ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഈ 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും എന്തായിരിക്കണം? ഈക്വലാണ്. ക്ലിയർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വരുന്നൊരു സംശയം, സാർ ഇത് റേഡിയസും ഇത് ടാൻജൻറ്റും അല്ലേ, അപ്പോൾ ഇത് 90 ഡിഗ്രി അല്ലേ എന്ന്. അല്ല, കാരണം ഇത് ഡയമീറ്റർ ആണെന്നോ ഇത് റേഡിയസ് ആണെന്നോ ഒരു ഇൻഫർമേഷനും, ഇത് റേഡിയസ് ആണെന്നോ ഡയമീറ്റർ ആണെന്നോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു കോഡാണ്. ആംഗിൾ ബിറ്റ്വീൻ കോഡ് ആൻഡ് ടാൻജൻറ്റ് 90 ഡിഗ്രി ആവണമെന്നില്ലല്ലോ. ഓക്കെ, റേഡിയസ് ആണെങ്കിൽ 90 ഡിഗ്രി, പക്ഷേ റേഡിയസ് ആവണമെന്നില്ല. ഇത് സൈഡിൽ എവിടെയോ ആണ് ലൈൻ, ഒരു കോഡാണ്, അത്രമാത്രം. സോ എനിവേ ഈ 2 ആംഗിൾ ഈക്വലാണെന്ന് മനസ്സിലായി, കാരണം ഐസോസെലസ് ട്രയാങ്കിളാണ്. അപ്പം ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് രണ്ടും എത്ര വരും? ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ്. അപ്പോൾ എക്സും 60യും കൂടെ ആഡ് ചെയ്താൽ 180. ആ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 2x + 60 = 180. മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു. 2x = നമുക്ക് 120 എന്ന് കിട്ടും, x = 60 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് വി ഗോട്ട് ദ വാല്യൂ ഓഫ് ആംഗിൾ ആസ് 60 ഡിഗ്രി. അപ്പോൾ 3ഉം 60 ആണെന്നുള്ള രീതിയിലോട്ട് എത്തുകയും 3ഉം 60 ആണെങ്കിൽ ഇതൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആവും എന്നുള്ളൊരു കൺക്ലൂഷനിലോട്ട് നമ്മൾ എത്തുകയും, കാരണം 3 ആംഗിൾ 60 ആയാലും ഇത് ഇക്വലാറ്റർ ട്രയാങ്കിളായി. ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? 3 സൈഡും ഈക്വൽ. അപ്പോൾ ഇത് 5 ആണെങ്കിൽ ഇതും 5, ഇതും 5.
അപ്പോൾ ആ രീതിയിൽ എ ബി ഇസിക്കൽ 5 എന്നുള്ള രീതിയിലോട്ട് എത്തുകയും ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ ആൻസർ, എ ബി ഇസിക്കൽ 5. സോ ഇങ്ങനെ 2-3 കോൺസെപ്റ്റ് ജോയിൻ ചെയ്തിട്ട് ഒരു എന്താ പറയുക, ഒരു ലിങ്ക് ചെയ്തിട്ടാണ് ആൻസറിലോട്ട് എത്തുന്നത്. സോ ആൻസർ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 13ാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതോ ഒരു നമ്പറാണ്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പല കുട്ടികളും തെറ്റിച്ചു വെച്ചൊരു ക്വസ്റ്റ്യൻ, കൺഫ്യൂഷൻ കണ്ട് പല കുട്ടികളും ട്രൈ ചെയ്തു, സെഷൻ ഫോർമുലയൊക്കെ എഴുതി ട്രൈ ചെയ്തു, പക്ഷേ തെറ്റിച്ചു വെച്ചു. നോക്കട്ടെ, പറഞ്ഞുതരാം എന്താണെന്ന്. P divides A 2,1 and B 5,-8 such that AP divided by AB is equal to 1/3. If P lies on 2x minus y plus k is equal to 0, then find the value of k. അതായത് P എന്ന് പറയുന്ന പോയിൻറ്റ് ഒരു എ ബി എന്ന് പറയുന്ന ലൈനിനെ ഡിവൈഡ് ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് വരയ്ക്കണം? എ ബി എന്ന് പറയുന്ന ലൈൻ വരയ്ക്കുക. ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, അതിൽ എൻ്റെ കോർഡിനേറ്റ് ഇസ് ഗിവൺ ആസ് 2,1 ആൻഡ് ബീൻ്റെ കോർഡിനേറ്റ് ഇസ് ഗിവൺ ആസ് 5,-8. സോ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ. ക്ലിയർ? ആ ലൈനിനെ പി എന്ന് പറയുന്ന പോയിൻ്റ് ഡിവൈഡ് ചെയ്യുന്നു. സോ അതായത് ഈ ലൈനിൻ്റെ ഇടയിൽ എവിടെയോ പി ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ലൈനിനെ പി എന്ന് പറയുന്ന പോയിൻ്റ് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈനിൻ്റെ ഇടയിൽ എവിടെയോ പി ഉണ്ട്. ആ പി നമ്മൾ മാർക്ക് ചെയ്യുമ്പം ആ ലൈനിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇങ്ങനെ എ പി എന്ന് പറഞ്ഞ പോർഷൻ പി ബി, അതാണ് എ ലൈൻ പി ഡിവൈഡ്സ് എ ബി എന്നുള്ള രീതിയിൽ അവർ അർത്ഥമാക്കുന്നത്. പി ഡിവൈഡ്സ് A 2,1 B 5,-8. ക്ലിയർ? സച്ച് ദാറ്റ് എ പി ബൈ എ ബി ഈസ് ഈക്വൽ ടു 1/3. അതായത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുന്നത് നിങ്ങൾക്ക്, എ പി ബൈ എ ബി ഈസ് ഈക്വൽ ടു 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്, എ പി ഡിവൈഡഡ് ബൈ എ ബി, ഇതൊക്കെ റൈറ്റ് സൈഡിൽ വരുന്ന പോർഷനാണ്. എ പി ഡിവൈഡ് ബൈ എ ബി ഈസ് ഈക്വൽ ടു 1/3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, എ പി എന്ന് പറയുന്ന പോർഷൻ എ ബി എന്ന് പറയുന്ന പോർഷൻ്റെ 1/3. അതായത് നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കുക. വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ എ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാ നമ്പർ ശ്രദ്ധിക്കുക. ഒറ്റ പ്രാവശ്യം പറയുള്ളൂ. എ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഏതാണ്? 3. എ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഏതാണ്? 1. അതായത് എ ബി എന്ന് പറയുന്നത് 3 ആണെങ്കിൽ എ പി എന്ന് പറയുന്നത് 1 ആണ്. അതായത് എ ബി എന്ന് പറയുന്നത് ഇതാണ് എ ബി, ഇതാണ് ടോട്ടൽ ലെങ്ത് എ ബി. അത് 3 ആണെങ്കിൽ എ പി അതിൽ 1 ഉള്ളൂ. അതായത് എ പി എന്ന് പറയുന്നത് 1 ആണ്. ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എ പി 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എ ബി എന്താണ്? 3 ആണ്. എ ബി ടോട്ടലായിട്ടുള്ള എ ബി 3 ആണ്. അതിൽ എ പി 1 ആണെങ്കിൽ പി ബി എത്ര വരും? 2 വരില്ലേ? കാരണം എന്താ? മൊത്തം എത്രയാണ്? 3. എ മുതൽ ബി വരെ എ ബി എന്ന് പറയുന്നത് 3 ആണ്. അതിൽ എ മുതൽ പി വരെ എ പി എന്ന് പറയുന്നത് 1 ആണെങ്കിൽ, എ പി എന്ന് പറയുന്നത് 1 ആണെങ്കിൽ എ മുതൽ ബി വരെ 3 ആകുമ്പം പി മുതൽ ബി വരെ 2 വരട്ടെ. എങ്കിലല്ലേ 1ഉം 2ഉം കൂട്ടുമ്പോൾ ടോട്ടൽ 3 കിട്ടുള്ളൂ. ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, ശ്രദ്ധിക്കുക. അത് മനസ്സിലാവാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട്. മനസ്സിലായിട്ടുണ്ടാവും ഇതിനകം. നമ്മളോട് പറഞ്ഞിട്ടേക്കുന്നത് എ പി ബൈ എ ബി ഈസ് ഈക്വൽ ടു 1/3 എന്ന് പറഞ്ഞാൽ എ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3 എന്ന് പറയുന്ന നമ്പറും എ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ 1 ആണ്. എ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ 1. സോ 1 എഴുതി ഞാൻ. ഇനി എ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ 3 ആണ്. അതായത് ടോട്ടലാണ് എ ബി, അതിൽ എ പി 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പി ബി എത്ര ഉണ്ടാവും? ടോട്ടലായിട്ടുള്ള എ ബി 3 ആണ്, അതിൽ എ പി 1 ആണ്. അപ്പോൾ 3 1 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 2. അപ്പോൾ മൊത്തമായിട്ടുള്ള 3 കിട്ടണമെങ്കിൽ ഇത് 1 ആയിക്കഴിഞ്ഞാൽ ഇത് 2 ആവണ്ടേ? എങ്കിലല്ലേ ഈ 1ഉം ഈ 2ഉം കൂടെ വന്നു കഴിഞ്ഞാൽ ടോട്ടലായിട്ടുള്ളത് 3 എന്ന് പറയുന്നത് ബാലൻസ് ആവുള്ളൂ. സോ 1ഉം 2ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ക്ലിയർ? അങ്ങനെയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ഇതിക്കുള്ള പറഞ്ഞുതരാൻ എനിക്കറിയില്ല. അതായത് പി ഈ എൻ്റയർ ലൈനിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 1:2 ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പി ഡിവൈഡ്സ് എ ബി ഈസ് ആസ് വാട്ട്? 1:2. 1:2 എന്ന് പറയുന്ന റേഷ്യോ. 1:3 എന്ന് പറയുന്ന റേഷ്യോ അല്ല മക്കളെ, 1:2 ആണ്. 1/3 എങ്ങനെ 1:2 ആയി എന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് നമുക്ക് വരുന്ന റേഷ്യോ 1:2 ആണ്. പല കുട്ടികളും 1:3 എടുത്തു. അതെടുക്കരുത്. ഇത് ഗിവൺ ഇൻഫർമേഷനിൽ നിന്നും 1:2 എന്നുള്ള റേഷ്യോയിലോട്ട് കണക്ട് ചെയ്തെടുത്ത് ശ്രദ്ധിച്ചോളാം. ഓക്കെ, അപ്പം 1:2 ആണ് റേഷ്യോ. അതായത് ഇവിടെ M1 വരും, ഇതിവിടെ M2 വരും. അതൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. റേഷ്യോ മറ്റേ സെഷൻ ഫോർമുല. ഇത് X1, ഇവിടെ Y1, ഇത് X2, ഇവിടെ Y2. ഓക്കെ, ക്ലിയർ? സോ സെഷൻ ഫോർമുല വെച്ചിട്ട് പീൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. നമുക്ക് പീൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനല്ല, കെ കണ്ടുപിടിക്കാനാണ് ചോദ്യം. പക്ഷേ നമുക്കറിയാം പീൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിച്ചെങ്കിൽ നമ്മൾ ഇവിടെ നമ്മൾ പി എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അടുത്ത ലൈനിലോട്ട് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് പി ഫസ്റ്റ്. സോ വാട്ട്? ടു ഫൈൻഡ്
പി എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. പിൻ്റെ കോർഡിനേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? സെഷൻ ഫോർമുല അനുസരിച്ച് പി ഇടയ്ക്ക് വരുന്ന പോയിൻ്റ് ആയിട്ടുള്ള പിൻ്റെ കോർഡിനേറ്റ്സ് തരുന്നത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സെഷൻ ഫോർമുല പറയുന്നത് എന്താണ്? ഒരു ലൈനിൻ്റെ ഇടയിൽ ഒരു പോയിൻ്റ് പി ഉണ്ടെങ്കിൽ ആ പിൻ്റെ കോർഡിനേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു വാട്ട്? ടെൽ മീ. m1, yes you are right, m1 x2 plus tell me m2 x1 divided by m1 plus m2. ഇതൊക്കെ പല കുട്ടികൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. m1 y2 plus m2 y1 divided by m1 plus m2. ഇതാണ് സെഷൻ ഫോർമുല. അത് വെച്ചിട്ട് പിൻ്റെ കോർഡിനേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ m1 is 1, സോ 1 into x2 5 ആണ്, പ്ലസ് m2 2 ആണ്, x1 2 ആണ്, ഡിവൈഡ് ബൈ m1 plus m2 3 ആണ്, കോമ m1 y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 into y2 minus 8 plus m2 2 into y1 1 divided by 3. So you just see ഇത്രയും കിട്ടിയിട്ടുണ്ട്. So it becomes 5 plus 4 9, 9 by 3 3. Okay, 5 5 9. Yes. Then minus 8 plus 2 minus 6 minus 6 by 3 minus 2 3, minus 2 എന്നുള്ള രീതിയിലോട്ട് നമ്മൾ ആ പിൻ്റെ കോർഡിനേറ്റ്സ് വന്നിട്ടുണ്ട്. അതായത് പി എന്ന് പറയുന്നത് 3, minus 2 ആണ്. ഇപ്പം ക്ലിയർ? ഓക്കെ, പിൻ്റെ കോർഡിനേറ്റ് കിട്ടി. ഇനി നമുക്ക് തന്നിരിക്കുന്ന നെക്സ്റ്റ് ഇൻഫർമേഷൻ, പി ലൈസ് ഓൺ 2x minus y plus k is equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഇതിലുണ്ട് എന്ന് പറഞ്ഞാൽ പിൻ്റെ കോർഡിനേറ്റ്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിൻ്റെ കോർഡിനേറ്റ്സ് ഏതാണ്? 3 minus 2. അതായത് എക്സ് കോർഡിനേറ്റ് ആയിട്ടുള്ള 3ഉം വൈ കോർഡിനേറ്റ് ആയിട്ട് -2ഉം. അതായത് ഈ ഇക്വേഷനിൽ എക്സിന് പകരം 3ഉം വൈക്ക് പകരം -2ഉം കൊടുക്കാമെന്ന് ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 2x minus y plus k is equal to 0 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 into 3 minus y എന്ന് പറഞ്ഞാൽ -2. ഞാൻ പറഞ്ഞല്ലോ ഈ എക്സും വൈയും ഇതിൽ കൊടുക്കുക, plus k is equal to 0. Now just see it becomes 6 plus 2 plus k is equal to 0. In that way when we solve we will get the value of k as -8 and see k is equal to -8. Very simple, no? Very simple. So k is equal to -8 ആണ് ആൻസർ. എത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കിയാൽ പല കുട്ടികളും തെറ്റ് വരുത്തിയിട്ടുണ്ട്, കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ഒക്കെ. മൂവിങ് ടു ദ നെക്സ്റ്റ്. സോ നമ്മൾ ഈ ക്വസ്റ്റ്യനാണ് നെക്സ്റ്റ് സോൾവ് ചെയ്യാൻ പോകുന്നത്. പല കുട്ടികളും തെറ്റിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, അൺനെസസറി മിസ്റ്റേക്സ്. നിങ്ങൾ ദൈവത്തെ ഓർത്ത് ശ്രദ്ധിക്കുക. എൻ്റെ പോർഷനിൽ നിന്ന് വന്ന ക്വസ്റ്റ്യനാണ്. എൻ്റെ പോർഷനിൽ നിന്ന് വന്ന ക്വസ്റ്റ്യന് വലിയ പ്രത്യേകത ഉണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പലരും തെറ്റി ചോദിച്ചു. ശ്രദ്ധിക്കുക, എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തവർ ഇപ്പോൾ ശ്രദ്ധിക്കുക. ഇത് സോൾവ് ചെയ്യുക. ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം ഇതിനൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാക്കി മാറ്റുക. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ആദ്യം, അല്ലേ? x1 ഇതിനിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നോക്കുക, നിങ്ങൾ x1 into x minus 4 എന്ന് വരും. പ്ലസ് ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? x minus 2 into x minus 3 എന്ന് വരും. ദെൻ ഡിവൈഡഡ് ബൈ ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ x minus 2 into x minus 4. സോ റൈറ്റ് സൈഡിൽ നിങ്ങൾ ചെയ്യുന്ന നമ്മളിത് മിക്സഡ് ഫ്രാക്ഷനാണ്. പ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് വരുമ്പോൾ 3 into 3 9, 9 plus 1 10. സോ 10/3 എന്ന് വരും. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്നത് ഇത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും. ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരുമെന്ന് അറിയോ? ഡിവൈഡഡ് ബൈ ഇത് ചെയ്ത് കഴിയുമ്പം x² minus 6x minus 5x plus x² minus 6x plus 8 എന്ന് വരും. റൈറ്റ് സൈഡ് 10/3. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഇനി നിങ്ങൾ നോക്കേണ്ടത് x² plus x² നോക്കുക, 2x² minus 5x minus 5x minus 10x 6 4 10 divided by x² minus 6x plus 8 is equal to 10/3. Now just see, ഇനി നമുക്കറിയാം if a by b is equal to c by d ആണെങ്കിൽ ad is equal to bc എന്ന് എഴുതുന്നത് പോലെ ഇവിടെ നമുക്ക് എന്ത് വരും? 3 into 2x² minus 10x plus 10 is equal to 10 into 10 into x² minus 6x plus 8 എന്ന് വരും. സോ ഇത് നമ്മളൊന്ന് ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 6x² minus 30x plus 30 is equal to 10x² minus 60x plus 80 എന്ന് വരും. ഇത് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലോട്ട് കൊണ്ടുപോയി ഒരുത്തൻ വാതിൽ അടിച്ച് പൊളിക്കുന്നുണ്ട്. ഇപ്പോൾ വരും, നോക്കിക്കോട്ടോ. എന്താടാ? പോയി, വലിയ അപകടമൊന്നും ഉണ്ടാക്കാണ്ട് മൂപ്പര് പോയിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാ ടൈംസും ഒരുമിച്ച് ഒരു സ്ഥലത്തെടുത്ത് ക്വാഡ്രാറ്റിക് ആക്കുന്നു. 6x² അടുത്തേക്ക് 10x² എടുത്തു കഴിഞ്ഞാൽ 6x² minus 10x² minus 4x² എന്നാണ് വരിക. പിന്നെ minus 30x plus 60x എന്ന് പറയുമ്പോൾ plus 30x ആണ് വരിക.
30 minus 80 എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 30 minus 80 minus 50 അല്ലേ വരിക അല്ലേ? യെസ്, minus 50 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ത്രൂ ഔട്ട് ഒരു -4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ x² -4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ത്രൂ ഔട്ട് ഒരു -2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2x² minus 15x plus 25 is equal to 0 ഇതാണ് കിട്ടുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. ത്രൂ ഔട്ട് ഡിവൈഡ് ബൈ -2 -4x² -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ +2x² കിട്ടും. 80x -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -15x ആണ് കിട്ടുക. -15 -2 കൊണ്ട് +25. അപ്പോൾ ഒരേ സമയത്ത് ഡിവൈഡും ചെയ്തു, എല്ലാം ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് +2 ആയി. അതാണ് ഞാൻ ചെയ്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ദി മിഡിൽ ടേമോ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യുക. സ്പ്ലിറ്റിംഗ് ദി മിഡിൽ ടൈം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സം ഈസ് ഈക്വൽ ടു -15 പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു 25 × 2 50. ഇതേത് നമ്പറാണ് കിട്ടുക? കൂട്ടിയാൽ -15 പ്രൊഡക്റ്റ് ചെയ്താൽ 15 കിട്ടണമെങ്കിൽ നമ്പേഴ്സ് ഏതൊക്കെ ചെയ്യണം? 10ഉം 5ഉം. യെസ്, -10ഉം -5ഉം രണ്ടും കൂടി കൂട്ടുമ്പോൾ -15ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +50. സോ ആൻസർ ഈസ്, അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ -2x² -10x -5x plus 25 is equal to 0. Then 2x outside എടുത്തു കഴിഞ്ഞാൽ x minus 5, ഇവിടുന്ന് -5 outside എടുത്തു കഴിഞ്ഞാൽ x minus 5 അല്ലേ, is equal to 0. So that means when you take x minus 5 outside, then 2x minus 5 will remain, is equal to 0. So it implies x is equal to 5, and when 2x minus 5, if x minus 5 is equal to 0, x is equal to 5. If 2x minus 5 is equal to 0, x will be 5/2. So see, 5ഉം 5/2 എന്ന് പറയുന്ന ഷാർപ്പ് ആൻസറിലോട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. ക്ലിയർ. മൂവിങ് ടു ദ ലാസ്റ്റ്, ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന അവസാനത്തെ 15ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നിങ്ങൾ നോക്കാം, ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന അവസാനത്തെ ക്വസ്റ്റ്യൻ അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവസാനത്തെ ക്വസ്റ്റ്യനാണ്. ആൻഡ് മാത്രമല്ല പല കുട്ടികളും മുക്കാൽ ഭാഗം വരെ എത്തിച്ചിട്ട് കിട്ടാത്തൊരു ക്വസ്റ്റ്യനുമാണ്. ചില കുട്ടികൾ ചെയ്തിട്ടുണ്ട്. So a vertical tower stands on a horizontal plane is surmounted by a vertical flagstaff of height h എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒരു വെർട്ടിക്കൽ ടവർ ഉണ്ട്. ഓക്കെ, ഈ ടവറിൻ്റെ മുകളിൽ ഒരു ഫ്ലാഗ് ഉണ്ട്. ക്ലിയർ? ഇതാണ് ഫ്ലാഗ്. ഈ ടവറിൻ്റെ മുകളിൽ ഒരു ഫ്ലാഗ്. ഈ ഫ്ലാഗിൻ്റെ ഹൈറ്റ് ഈസ് ഗിവൺ ആസ് വാട്ട്? h. ഫ്ലാഗിൻ്റെ ഹൈറ്റ് ഈസ് ഗിവൺ ആസ് h. ആൻഡ് ഫ്ലാഗ് സ്റ്റാഫ്, ഓക്കെ, ഫ്ലാഗ് സ്റ്റാഫ് ഓഫ് ഹൈറ്റ് h at a point on the ground. അതായത് ഈ ഗ്രൗണ്ടിലൊരു പോയിൻ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇതുപോലും വരയ്ക്കാൻ അറിയാത്ത കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ട്. ലെറ്റ് പി ബി ദ പോയിൻ്റ്. അതൊക്കെ ഇങ്ങനെ വീഡിയോ കണ്ടാലല്ലേ ഇവരൊക്കെ വരയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ടൊക്കെ പോയി ദേഷ്യം പിടിക്കും. സോ ആ പോയിന്റിൽ നിന്നും ഓൺ ദ പ്ലെയിൻ, ഓക്കെ, ദ ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ബോട്ടം ഓഫ് ദ ഫ്ലാഗ് സ്റ്റാഫ്. ഈ ഫ്ലാഗ് സ്റ്റാഫിൻ്റെ താഴെയുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫ്ലാഗ് സ്റ്റാഫിൻ്റെ അടിഭാഗം. ഈ പോയിന്റ് അല്ലേ, ഫ്ലാഗ് സ്റ്റാഫിൻ്റെ അടിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടവറിൻ്റെ മോൾ ഭാഗമാണ്. ഫ്ലാഗ് സ്റ്റാഫിൻ്റെ അടിഭാഗത്തിലോട്ടുള്ള ആംഗിൾ ഓഫ് എലവേഷൻ ഈസ് ഗിവൺ ആസ് ആൽഫ. അതായത് ഇതാണ് അങ്ങോട്ടുള്ള ആംഗിൾ ഓഫ് എലവേഷൻ. ദാറ്റ് ആംഗിൾ ഈസ് ഗിവൺ ആസ് ആൽഫ. ആൽഫയും ബീറ്റയൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എക്സും വൈന്നും തന്നെ കൺസിഡർ ചെയ്തോളൂ, നോ പ്രോബ്ലം. പക്ഷേ പറഞ്ഞിരിക്കുന്ന ആൽഫയും ബീറ്റ അങ്ങനെ തന്നെ എടുത്തോളൂ കേട്ടോ. ആൽഫ, ബീറ്റ, ഗാമ റേസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ ആൽഫ ആൻഡ് ജസ്റ്റ് നെയിം അത്ര മാത്രമേ ഉള്ളൂ. ഇനി ടോപ്പ് ഓഫ് ഫ്ലാഗ് സ്റ്റാഫ് ഈസ് ബീറ്റ. അതേ പോയിന്റിൽ നിന്നും ഫ്ലാഗ് സ്റ്റാഫിൻ്റെ മുകളിലോട്ട് നോക്കുന്ന ലൈൻ ഓഫ് സൈറ്റ് ഇതാണ് വരിക. ഓക്കെ, ഇതല്ലേ വരിക. അപ്പം ഇതാണ് ആദ്യത്തെ ലൈൻ ഓഫ് സൈറ്റ്. സോ ഇതാണ് ആംഗിൾ ഓഫ് എലവേഷൻ ആദ്യത്തെ ആൽഫ. രണ്ടാമത്തെ ലൈൻ ഓഫ് സൈറ്റ് ഇതാണ്. അപ്പം ഹൊറിസോണ്ടൽ ലെവലും ആ ലൈൻ ഓഫ് സൈറ്റും തമ്മിലുള്ള ഈ ആംഗിളാണ് രണ്ടാമത്തെ ആംഗിൾ ഓഫ് എലവേഷൻ. ദാറ്റ് ഈസ് ഗിവൺ ആസ് വാട്ട്? ബീറ്റ. And we are supposed to prove that height of the tower is what? h tan alpha divided by tan beta minus tan alpha. കാണുമ്പോൾ പേടിക്കും, പക്ഷേ എളുപ്പമാണ്. നമുക്ക് അറ്റ്ലീസ്റ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു വെക്കാം. സോ ഇതിനെ നമ്മൾ PQRS എന്ന് വിളിക്കുകയാണെങ്കിൽ, ഓക്കെ, ഐ എം ഗോയിങ് ടു കോൾ ഇറ്റ് ആസ് PQRS. എനി പ്രോബ്ലം? നോ. നൗ ജസ്റ്റ് സീ, നമ്മൾ ആദ്യം
സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എഴുതുക. ലെറ്റ് ക്യു ആർ റെപ്രസെൻറ്റ്സ് ദ ടവർ, ആർ എസ് റെപ്രസെൻറ്റ് ദ ലെങ്ത് ഓഫ് ദ ഫ്ലാഗ് സ്റ്റാഫ് ആൻഡ് ആൽഫ ആൻഡ് ബീറ്റ റെസ്പെക്റ്റീവ്ലി ദ ആംഗിൾ ഓഫ് എലവേഷൻ ടുവേർഡ്സ് ദ ബോട്ടം ആൻഡ് ടോപ്പ് ഓഫ് ദ ഫ്ലാഗ് സ്റ്റാഫ് എന്നൊക്കെ എഴുതുക. എന്നിട്ട് 2 റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം ഈ ചെറിയ റൈറ്റ് ട്രയാങ്കിൾ, അതിൽ ജസ്റ്റ് ടാൻ അപ്ലൈ ചെയ്യുക. PQR എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ ജസ്റ്റ് ടാൻ അപ്ലൈ ചെയ്യുക. ഓക്കെ, ദാറ്റ് മീൻസ് അതിൽ ടാൻ അപ്ലൈ ചെയ്യാൻ ഏത് ആംഗിളുള്ളത്? ആ ട്രയാങ്കിളിലുള്ള ആംഗിളാണ് ആൽഫ. ഓക്കെ, PQR എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ PQR നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു വെക്കാം. PQR എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിലെ ആംഗിളാണ് ആൽഫ. ബീറ്റ രണ്ടാമത്തേലാണ് ആൽഫ. ടാൻ ആൽഫ കൊടുക്കുകയാണെങ്കിൽ ടാൻ ഓഫ് ദാറ്റ് ആംഗിൾ, ടാൻ ആൽഫ ഇസ് ഇക്വൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ RQ, അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ PQ. സോ QR ബൈ PQ എന്ന് വരും. ഓക്കെ, ക്ലിയർ? ടാൻ ആൽഫ clear. Now from this equation, if you want, you can derive an expression for QR as PQ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ PQ into tan alpha എന്ന് വരും. ക്ലിയർ? ഇതാണ് ഫസ്റ്റ് എക്സ്പ്രഷൻ. ദിസ് ഈസ് ഓൾ വി ക്യാൻ ഡു ഫ്രം ഫസ്റ്റ് ട്രയാങ്കിൾ. ആൻഡ് ദ നെക്സ്റ്റ് ട്രയാങ്കിളിലുള്ളത് PQS ആണ്. റൈറ്റ് ട്രയാങ്കിൾ PQS. അതിൽ ആംഗിൾ ബീറ്റയാണ്. അപ്പോൾ അവിടെ ടാൻ ബീറ്റ കൊടുക്കാം. അപ്പം ബീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. സോ ഈ ട്രയാങ്കിളിൽ ബീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള QSും അഡ്ജസൻറ്റ് PQ ആണ് വരിക. സോ QS ബൈ PQ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ QS എന്ത് വരും? QS ഈസ് ഈക്വൽ ടു PQ ഇൻറ്റു ടാൻ ബീറ്റ എന്ന് വരും അല്ലേ? QS ഈസ് ഈക്വൽ ടു PQ ഇൻറ്റു ടാൻ ബീറ്റ അങ്ങനെ വരില്ലേ? ഇനി അതേ എക്സ്പ്രഷനിൽ നിന്നും നിങ്ങൾക്ക് ഇത്രയും കിട്ടി നിങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. QS ഈസ് ഈക്വൽ ടു PQ ഇൻറ്റു ടാൻ ബീറ്റ. ഇതിൽ നിന്നും നിങ്ങൾക്ക് PQന് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? PQ ഈസ് ഈക്വൽ എന്ത് വരും? ഈ ടാൻ ബീറ്റ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റു ടാൻ ബീറ്റ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവൈഡ് ബൈ ടാൻ ബീറ്റ, അതായത് QS ഡിവൈഡ് ബൈ ടാൻ ബീറ്റ എന്ന് വരും. നമുക്ക് നോക്കാം. ലെറ്റ് ഇറ്റ് ബി ദ സെക്കൻഡ് എക്സ്പ്രഷൻ. PQയും കിട്ടി. സോ ഫസ്റ്റ് എക്സ്പ്രഷനും കിട്ടി, സെക്കൻഡ് എക്സ്പ്രഷനും കിട്ടി. ക്ലിയർ? ഏകദേശം അത്രയും പിടുത്തം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഹൈറ്റ് ഓഫ് ദ ടവർ ആണ് നമുക്ക് അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി നമ്മൾ ഹൈറ്റ് ഓഫ് ദ ടവർ എന്താണെന്ന് ആലോചിച്ച് നോക്കുന്നു. ഹൈറ്റ് ഓഫ് ദ ടവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ RQ ആണ് ഹൈറ്റ് ഓഫ് ദ ടവർ. ഹൈറ്റ് ഓഫ് ദ ടവർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ കിട്ടും? RQ ആണ് ഹൈറ്റ് ഓഫ് ദ ടവർ. അതായത് മൊത്തമുള്ള SQ നിന്ന് ഈ ഫ്ലാഗ് സ്റ്റാഫിൻ്റെ ലെങ്ത് ആയിട്ടുള്ള SR സബ്ട്രാക്ട് ചെയ്താൽ RQ കിട്ടും. ഒന്നും കൂടെ പറയുന്നു, മൊത്തത്തിൽ നിന്നും SR സബ്ട്രാക്ട് ചെയ്താൽ നമ്മുടെയൊക്കെ വേണ്ട RQ കിട്ടും. അതാണല്ലോ ഹൈറ്റ് ഓഫ് ദ എന്താണ്? ഹൈറ്റ് ഓഫ് ദ ടവർ. ഹൈറ്റ് ഓഫ് ദ ടവർ RQ എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ടുള്ള SQവിൽ നിന്നും ഈ ഫ്ലാഗിൻ്റെ ലെങ്ത്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ ഹൈറ്റ് ഓഫ് ദ ടവർ വിൽ ബി വാട്ട്? ഇത് ഒരു ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്കിത് പല രീതിയിൽ ചെയ്യാം കേട്ടോ. ചിലപ്പോൾ എന്നെക്കാൾ എളുപ്പത്തിൽ ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അപ്പം ഇത് ഒരു ജസ്റ്റ് വൺ മെത്തേഡ് ഓഫ് സോൾവിങ് മാത്രം കൺസിഡർ ചെയ്യുക. ബാക്കി നിങ്ങൾക്ക് സ്വന്തമായി ട്രൈ ചെയ്യുക. ഇതെന്തായാലും അറിയാത്ത കുട്ടികൾ നിങ്ങൾക്ക് ഇതെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ദെൻ SQ മൈനസ് SR എന്ന് നമുക്ക് കിട്ടി. ഇനി ഇതിന് എനിക്ക് SQ മൈനസ് SRൻ്റെ ലെങ്ത്ത് ഹൈറ്റ് H ആണെന്ന് ഗിവൺ ആണ് ക്വസ്റ്റ്യനിൽ. SQ മൈനസ് H. സോ ഹൈറ്റ് ഓഫ് ദ ടവർ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. SQ മൈനസ് H. ഇനി ഈ SQ എന്താണ്? SQ നമുക്ക് എന്താണെന്ന് നേരത്തെ കിട്ടിയിട്ടില്ല അല്ലേ? SQ ഇവിടെ നമുക്ക് സെക്കൻഡ് എക്സ്പ്രഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് പറയാൻ പറ്റുമോ? വാട്ട് ഈസ് SQ? SQ ഇസ് നത്തിങ് ബട്ട് QS. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ള SQനെ എന്തെന്ന് റീപ്ലേസ് ചെയ്യാം? SQ ഇസ് ഈക്വൽ ടു PQ ഇൻറ്റു ടാൻ ബീറ്റ എന്ന് റീപ്ലേസ് ചെയ്തല്ലേ? SQ ഇസ് ഈക്വൽ ടു PQ ഇൻറ്റു ടാൻ ബീറ്റ. So I am replacing SQ as PQ into tan beta. So PQ tan beta minus H എന്ന് കിട്ടി. Clear? Is it clear? Almost no. So it becomes ഇനി PQ into tan beta minus H എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നോക്കേണ്ടത് ഈ PQ ഫസ്റ്റ് എക്സ്പ്രഷനിൽ നിന്നും PQനൊരു ഒരു വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് എക്സ്പ്രഷനിൽ QR ഈസ് ഈക്വൽ ടു PQ ഇൻറ്റു ടാൻ ആൽഫ എന്ന് പറഞ്ഞിട്ടില്ലേ? അതിനെ തന്നെ ദാറ്റ് ഇംപ്ലൈസ് എന്ന് പറഞ്ഞിട്ട് PQനൊരു എക്സ്പ്രഷനും കൂടെ കണ്ടുപിടിച്ചോ. PQ ഈസ് ഈക്വൽ എന്ത് വരും? QR ബൈ ടാൻ ആൽഫ എന്ന് വരില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ നിന്ന് ഈ ഫസ്റ്റ് എക്സ്പ്രഷനിൽ നിന്നും PQനൊരു എക്സ്പ്രഷൻ കിട്ടും. PQ ഈസ് ഈക്വൽ ടു QR ബൈ ടാൻ ആൽഫ. PQ ഈസ് ഈക്വൽ ടു QR ബൈ ടാൻ ആൽഫ. സോ അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. PQ ഈസ് ഈക്വൽ ടു നമ്മൾ ഈ രീതിയിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേഷനോട്ട് പോകാം. നമുക്ക് ആ രീതിയിലോട്ട് പോകണ്ട. കിട്ടുമായിരിക്കും, പക്ഷെ നമുക്ക് അതിലോട്ട് വേണ്ട. നമ്മുടെ ഫസ്റ്റ് എക്സ്പ്രഷൻ സെക്കൻഡ് എക്സ്പ്രഷൻ ഒന്നും കൂടി എടുക്കുന്നു. ഫസ്റ്റ് എക്സ്പ്രഷൻ പറഞ്ഞ എന്താണ്? അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തേ. ഫസ്റ്റ് എക്സ്പ്രഷൻ പറയുന്ന ഇതാണ്. QR ഈസ് ഈക്വൽ ടു PQ ഇൻറ്റു ടാൻ ആൽഫ. അവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് എക്സ്പ്രഷൻ സുഖസുന്ദരമായിട്ട് ഫസ്റ്റ് എക്സ്പ്രഷൻ കിട്ടി. രണ്ടാമത്തെ എക്സ്പ്രഷൻ എന്താണെന്ന് പറഞ്ഞത്? PQ ഈസ് ഈക്വൽ ടു
QS by tan beta. ഈ രണ്ട് എക്സ്പ്രഷനും സുഖസുന്ദരമായിട്ട് നമുക്ക് ആ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തപ്പോൾ കിട്ടിയതാണ്. ക്ലിയർ? ഓക്കെ. നമ്മൾ ഈ ഫസ്റ്റ് എക്സ്പ്രഷൻ ഒന്നും കൂടെ ചേഞ്ച് ചെയ്തിട്ട് എഴുതുന്നു. അതായത് ഇതിനെ ഫസ്റ്റ് എക്സ്പ്രഷൻ ഒന്നും കൊടുക്കുന്നില്ല, ഇതിനെ ഒന്ന് ജസ്റ്റ് ഫസ്റ്റ് ആദ്യം കിട്ടിയ എക്സ്പ്രഷൻ ഒന്നും കൂടെ ചേഞ്ച് ചെയ്തിട്ട് അതിൽ നിന്ന് പി ക്യൂവിനൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കുന്നു. അതായത് പി ക്യൂ ഇസിക്കൽ എന്ത് വരും? ഈ ലെഫ്റ്റ് സൈഡിൽ ക്യു ആർ ഉണ്ട്, ഈ ടാൻ ആൽഫ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പി ക്യൂ ഫ്രീ ആവും. അതായത് പി ക്യൂ ഇസിക്കൽ ക്യു ആർ ബൈ ടാൻ ആൽഫ എന്ന് വരും. പി ക്യൂ ഇസിക്കൽ ക്യു ആർ ബൈ ടാൻ ആൽഫ. എന്നിട്ട് അതിനെ ഫസ്റ്റ് എക്സ്പ്രഷൻ എന്ന് വിളിക്കുക. എന്നിട്ട് ഈ ഫസ്റ്റ് എക്സ്പ്രഷനും സെക്കൻഡ് എക്സ്പ്രഷനും ഒന്ന് കമ്പയർ ചെയ്യുക. അതായത് ഇൻ വ്യൂ ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് മനസ്സിലായി, ആദ്യത്തെ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് ഈ എക്സ്പ്രഷനും രണ്ടാമത്തെ റൈറ്റ് ട്രയാങ്കിൾ ഈ എക്സ്പ്രഷനും കിട്ടി. ഇപ്പോൾ ആദ്യത്തെ എക്സ്പ്രഷന് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് അങ്ങനെ എഴുതി, രണ്ടാമത്തെ റൈറ്റ് ട്രയാങ്കിൾ എക്സ്പ്രഷൻ അതുപോലെ തന്നെ. ഓക്കെ. എന്നിട്ട് ഇൻ വ്യൂ ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കൊടുത്തു. ഫസ്റ്റ് എക്സ്പ്രഷൻ ലെഫ്റ്റ് സൈഡ് പി ക്യൂ ആണ്, സെക്കൻഡ് എക്സ്പ്രഷൻ ലെഫ്റ്റ് സൈഡും പി ക്യൂ ആണ്. അപ്പോൾ റൈറ്റ് സൈഡ് ഈക്വൽ ആവില്ലേ? അതായത് ക്യു ആർ ബൈ ടാൻ ആൽഫയും ക്യു എസ് ബൈ ടാൻ ബീറ്റയും ഈക്വൽ ആവണം. ദാറ്റ് ഇംപ്ലൈസ് ക്യു ആർ ബൈ ടാൻ ആൽഫ ഷുഡ് ബി ഈക്വൽ ടു ക്യു എസ് ബൈ ടാൻ ബീറ്റ. ഇത് 4-5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, കുറച്ച് ചെയ്യാനുണ്ടാവും. ഓക്കെ. ക്യു ആർ ബൈ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ക്യു എസ് ബൈ ടാൻ ബീറ്റ. ഇനി നിങ്ങൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് നോക്കുക. എന്താണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത് ഹൈറ്റ് ഓഫ് ദ ടവറാണ്. ഹൈറ്റ് ഓഫ് ദ ടവർ എന്താണ്? ഇതാണ് ഹൈറ്റ് ഓഫ് ദ ടവറിനുള്ള ഒരു എക്സ്പ്രഷനാണ് നമുക്ക് ഇങ്ങനെയുള്ള രീതിയിലോട്ട് എത്തിക്കേണ്ടത്. സോ ക്യു ആർ ആണ് ഹൈറ്റ് ഓഫ് ദ ടവർ. അപ്പോൾ നമുക്ക് ക്യു ആർ ആണ് വേണ്ടത്, അല്ലെങ്കിൽ ക്യു ആറിനുള്ള എക്സ്പ്രഷനാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ക്യു ആറിന് നമ്മളിനി മാറ്റുന്നില്ല, ക്യു ആറിന് നമ്മൾ അതുപോലെ നിർത്തുന്നു. കാരണം അതാണ് നമുക്ക് വേണ്ടത്. ഹൈറ്റ് ഓഫ് ദ ടവർ ഈസ് ഈക്വൽ ടു ക്യു എസിന് നമുക്കൊന്ന് മാറ്റം വരുത്താം. ഫ്രം ദ ഫിഗർ ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ദിസ് ക്യു എസ് ഈസ് നത്തിങ് ബട്ട് ക്യു ആർ പ്ലസ് ആർ എസ്. അതർവൈസ് ക്യു എസ് ഈസ് നത്തിങ് ബട്ട് ക്യു ആർ പ്ലസ് ദിസ് എച്ച്. സോ ക്യു എസിന് പകരം എന്തെന്ന് എഴുതാം? ക്യു ആർ പ്ലസ് എച്ച് എന്ന് കൊടുക്കുക ബൈ ടാൻ ബീറ്റ. ക്ലിയർ? ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ? നമുക്ക് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. എ ബൈ ബി ഈസ് ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ ഈ ഡീന് ഇങ്ങോട്ടും ഈ എയിന് ഇങ്ങോട്ടും എടുത്തിട്ട് ഡി ബൈ ബി ഈസ് ഈക്വൽ ടു സി ബൈ എ എന്ന് എഴുതാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു ഇൻ്റർചേഞ്ചിങ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിതിനെ ടാൻ ബീറ്റ ബൈ ടാൻ ആൽഫ ഇതിങ്ങോട്ട് എടുക്കുക ഈസ് ഈക്വൽ ടു ക്യു ആർ പ്ലസ് എച്ച് ബൈ ക്യു ആർ എന്ന് എഴുതി കൂടെ? ഒബ്വിയസ്ലി എഴുതാം. ഇപ്പോൾ നിങ്ങൾ നോക്കി, ടാൻ ബീറ്റ ബൈ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ഇതിനെ ഇപ്പോൾ നിങ്ങൾക്കറിയാം എ പ്ലസ് ബി ബൈ സിനെ എ ബൈ സി പ്ലസ് ബി ബൈ സി എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനെ എഴുതി കഴിഞ്ഞാൽ ക്യു ആർ ബൈ ക്യു ആർ പ്ലസ് എച്ച് ബൈ ക്യു ആർ എന്ന് എഴുതാൻ പറ്റും. ഈ ഡിനോമിനേറ്റർ വെച്ചിട്ട് ഓരോന്നിനെയും സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ക്ലിയർ? സോ നൗ ജസ്റ്റ് സി ഇറ്റ് ബിക്കം ടാൻ ബീറ്റ ബൈ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു 1 പ്ലസ് എച്ച് ബൈ ക്യു ആർ. ക്ലിയർ? ഈ 1 ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ എന്താവും? ടാൻ ബീറ്റ ബൈ ടാൻ ആൽഫ മൈനസ് 1 ഈസ് ഈക്വൽ ടു എച്ച് ബൈ ക്യു ആർ. സോ ഇറ്റ് ഇംപ്ലൈസ് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ടാൻ ബീറ്റ മൈനസ് ടാൻ ആൽഫ ബൈ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു എച്ച് ബൈ ക്യു ആർ എന്ന് എഴുതി. ക്ലിയർ? ചാർജിങ്ങിൽ ഇട്ടിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, അതാണ് ചെറിയൊരു. ക്ലിയർ? നമുക്ക് വേണ്ടത് ക്യു ആറിൻ്റെ എക്സ്പ്രഷനാണ്. അപ്പോൾ ഞാൻ രണ്ട് വശത്തൊന്ന് റെസിപ്രോക്കൽ എടുക്കുന്നു. ഇവിടെയും റെസിപ്രോക്കൽ. അപ്പോൾ എന്താവും? ലെഫ്റ്റ് സൈഡിൽ റെസിപ്രോക്കൽ എടുത്താൽ ടാൻ ആൽഫ ബൈ ടാൻ ബീറ്റ മൈനസ് ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ റെസിപ്രോക്കൽ എടുത്താൽ ക്യു ആർ ബൈ എച്ച്. അപ്പോൾ ക്യു ആർ എന്ത് വരും? ഈ എച്ചിനെ കൂടെ എടുത്താൽ മതി. സോ വാട്ട് വിൽ ബി ക്യു ആർ? ലെഫ്റ്റ് സൈഡിൽ ക്യു ആർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാം. ഈ എച്ചിനെ കൂടെ എടുത്തു കഴിഞ്ഞാൽ ക്യു ആർ ഫ്രീ ആവും. സോ എന്ത് വരും? ഈ എച്ചിനെ കൂടെ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? എച്ച് ടാൻ ആൽഫ ബൈ ടാൻ ബീറ്റ മൈനസ് ടാൻ ആൽഫ. അപ്പോൾ ഇതാണ് ക്യു ആർ. ക്യു ആർ ഇസ് നത്തിങ് ബട്ട് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ഹൈറ്റ് ഓഫ് ദ ടവറാണ് നമുക്ക് എന്തെന്ന് പ്രൂവ് ചെയ്യേണ്ടത്? എച്ച് ടാൻ ആൽഫ. ഇപ്പോൾ നോക്കി, മുകളിൽ എച്ച് ടാൻ ആൽഫ വന്നു, താഴെ എന്താണ്? ടാൻ ബീറ്റ മൈനസ് ടാൻ ആൽഫ. നോക്കി, ടാൻ ബീറ്റ മൈനസ് ടാൻ ആൽഫ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹൈറ്റ് ഓഫ് ദ ടവർ. സോ എച്ച് ടാൻ ആൽഫ ഡിവൈഡ് ബൈ ടാൻ ബീറ്റ മൈനസ് ടാൻ ആൽഫ എന്നുള്ള റിസൾട്ടിലോട്ട് ഷാർപ്പായിട്ട് നമുക്ക് എത്തിച്ചാൽ ഇതിലും കൂടുതൽ എനിക്ക് തോന്നുന്നു സിമ്പിളായിട്ട് ചെയ്ത കുട്ടികളൊക്കെ ഉണ്ട്. സോ ദിസ് ഈസ് ജസ്റ്റ് വൺ ഓഫ് ദ സോൾവിങ് മെത്തേഡ്. സോ ദിസ് ഈസ് ഇറ്റ്. ഓക്കെ. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ വീഡിയോ അത്യാവശ്യം യൂസ്ഫുള്ളായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
കാരണം നമ്മൾ 15 ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എനിക്കൊന്ന് 32 ക്വസ്റ്റ്യനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ട് നമുക്ക് തോന്നുന്ന, ഒരു സ്ട്രേഞ്ച്നെസ് ഫീൽ ചെയ്യുന്ന ഒരു 15 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പം നിങ്ങൾക്ക് സമയം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് തീരുന്ന സമയം 9:41 PM ആണ്. ജസ്റ്റ് നിങ്ങൾക്കിത് അറിയണം, നിങ്ങളിത് അറിയണം, ഇതെങ്ങനെ ഇത് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു എന്നുള്ളത് അറിയണം. അത് നിങ്ങൾ അഹങ്കാരമെന്നോ അയാൾ സ്വന്തം സെൽഫ് പ്രൈസ് ചെയ്യുകയാണെന്നോ എന്ത് വേണമെങ്കിൽ വിചാരിച്ചോളൂ, ഐ ഡോണ്ട് കെയർ. പക്ഷെ നിങ്ങൾ അറിയണം 9:41 PM ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് തീരുന്നത്. ഞാൻ ഇന്ന് വീട്ടിൽ നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം കുളിച്ച് വീട്ടിൽ കയറിയപ്പം 5:30 മണിയായി, ഏകദേശം 5 മണി, 5:15 കയറി ഞാൻ ഭക്ഷണമൊക്കെ ഒക്കെ കഴിഞ്ഞ് 7 മണിക്ക് ഷൂട്ട് ചെയ്യാനിരുന്ന വീഡിയോ ആണ്. 9:41, അതായത് 8-9, 2 മണിക്കൂർ, ഏകദേശം 3 മണിക്കൂറോളം ആയി. അതായത് എനിക്ക് 1.5 മണിക്കൂറിൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ എത്ര മിനിറ്റാണ്, 1.5 മണിക്കൂറിൻ്റെ വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്ന സമയം 3 മണിക്കൂറാണ്. ഇതിൽ ചെറിയ ബ്രേക്കൊക്കെ ഇടയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിലും ഇത്രയും സമയം എടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതായത് ഇത്രയും ഒരു വീഡിയോ, ഇതിലൊരു ചെറിയൊരു എഫേർട്ട് ഉണ്ട്, ചെറിയൊരു പെയിൻ ഉണ്ട്. ഇതിനെ നിങ്ങൾ വെറുതെ സ്കിപ്പ് ചെയ്ത് വെറുതെ നോട്ട് എഴുതാൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ടല്ല. ഗ്രൂപ്പ് നന്നായി ചെയ്യുന്ന കുട്ടികൾക്ക് ഒരുപക്ഷെ ഇതൊക്കെ അറിയായിരിക്കും, അവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക. ദിസ് ഈസ് ജസ്റ്റ് മാറ്റർ ഓഫ് 1.5 hour. So try to spend that time effectively without skipping. കാരണം ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആവർത്തിച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ എഫക്റ്റീവായിട്ട് ചെയ്യാമെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. സോ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഡു നോട്ട് സ്കിപ്പ് എനി പോർഷൻ ഓഫ് ദി വീഡിയോ. പിന്നെ റൈറ്റ് നോട്ട്സ് ആഫ്റ്റർ വാച്ചിങ് ദി വീഡിയോ. ഇൻ ബിറ്റ്വീൻ യു ക്യാൻ പ്രസ് പോസ് ബട്ടൺ, മനസ്സിലാക്കിയിട്ട് നോട്ട് എഴുതുക, അങ്ങനെ ചെയ്യാം. അതിനുശേഷം മാത്രമേ എനിക്ക് അപ്ലോഡ് ചെയ്യാം. ഇനി ലാസ്റ്റായിട്ട് ഞാൻ പറയാം, നിങ്ങളുടെ സ്കൂൾ വരുന്നതാണ്, ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന 15 ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോയെന്ന്. റാൻഡമായിട്ട് 63 സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു നിങ്ങൾ ടോട്ടൽ. അതിൽ നിന്ന് റാൻഡമായിട്ട് ഞാനൊരു 8 കുട്ടികളെ സെലക്ട് ചെയ്യും. ആ 8 കുട്ടികളോട്, റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന ആ 8 കുട്ടികളോട് ഈ 15 ക്വസ്റ്റ്യൻസ് എൻ്റെ മുമ്പിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അതായത് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന്. സോ ദിസ് വീഡിയോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. താങ്ക് യു. സ്റ്റേ സേഫ്. ബൈ. സൈനിങ് ഔട്ട്, ഷിബിൻ.